ദുഃഖങ്ങൾ എത്രയുണ്ടോ ആ ദുഃഖങ്ങളൊക്കെ മാറിക്കളയാൻ ആ ഒരൊറ്റ വിളി മതി. 10 മിനിറ്റ് നാമം ജപിച്ചാൽ മതി എന്നാണ്. 24 മണിക്കൂറില്ലേ നമുക്ക്, അതിലൊരു 10 മിനിറ്റ് ആർക്ക് വേണ്ടിയിട്ട്? അപ്പം അറിയാം ആ അമ്മയുടെ ആ ആ സാമീപ്യം നമ്മൾ അനുഭവിക്കും. ഗുരുവായൂരപ്പന്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കും. ആനന്ദരൂപിണിയായ അമ്മയുടെ തിരുമുമ്പിൽ ഭാഗവതം കൊണ്ട് ഒരർച്ചന എത്രയോ വർഷങ്ങളായി അതങ്ങനെ നടന്നു വരണു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഭഗവതിയോടൊപ്പം ഗുരുവായൂരപ്പൻ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് അമ്മേ നാരായണ എന്നുള്ള വിളി ഇവിടുന്നാണ് തുടങ്ങിയത്. ഇപ്പം ലോകം മുഴുവനായി. എല്ലാം തുടങ്ങിയത് ചോറ്റാനിക്കരമ്മയാണ്. പത്മനാഭ സഹോദരി, പത്മനാഭ സഹോദരിയായിരിക്കുന്ന അമ്മയെ വിളിച്ചുകൊണ്ടാണ് ലോകം മുഴുവനും ഇന്ന് അമ്മേ നാരായണ എന്ന മഹാമന്ത്രം ജപിക്കേണ്ടത്. ഗുരുവായൂരപ്പനോട് കൂടി ചേർന്നിരിക്കുന്ന ആ പത്മനാഭ സഹോദരിയാണ് നമ്മൾ ചോറ്റാനിക്കരുമ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് സത്വഗുണപ്രധാനമായിരിക്കുന്ന മേലേക്കാവിലമ്മയും തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഭദ്രകാളിയായിട്ട് കീഴ്ക്കാവിലമ്മയായിട്ട് നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഭാവം ആ അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. ചൊല്ലാറാവണം നമുക്ക്. നാവ് കുഴയാതെ കണ്ട് നാമം ജപിക്കാറാവണം. എന്നാണ് ഈ ശരീരം വീണു പോണെന്ന് അറിയില്ലല്ലോ. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം ശ്രീശ്വബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങുന്നതേ അങ്ങനെയാണ്. ഓരോ നിമിഷവും നമ്മുടെ അന്ത്യമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അത്രയും നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ശരീരം എപ്പോൾ വീണു പോകും, എങ്ങനെ ആവുമെന്ന് അറിയില്ല. അതിനു മുമ്പായിട്ട് തന്നെ എന്തു വേണം? ആ സച്ചിദാനന്ദ രൂപിണിയായിരിക്കുന്ന അമ്മയുടെ തിരുനാമങ്ങളെ ജപിക്കാൻ, ഗുരുവായൂരപ്പന്റെ തിരുനാമങ്ങളെ ജപിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവണം. നാവിന് ബലമുള്ളപ്പോൾ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ, ചെവിട് കൊണ്ട് കേൾക്കാൻ സാധിക്കുമ്പോൾ, കൈകാലുകൾ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ, മനസ്സ് പ്രവർത്തിക്കുമ്പോൾ, ബുദ്ധി ഉറച്ചിരിക്കുന്ന സമയത്ത് തന്നെ, ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് വേണം? ശീലിക്കണം നന്നായിട്ട്, അല്ലേ? ബാക്കിയെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ നാമം ജപിക്കാൻ മാത്രം പലപ്പോഴും നമ്മൾ മറന്നു പോണു. അവിടെയാണ് നമുക്ക് വരുന്നതായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും. എത്രയോ ആളുകളാണ് പണ്ടുകാലം മുളക്കെ നമുക്കറിയാം, അല്ലെ? ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അറിയാം കുട്ടിക്കാലത്തെ ഏതെല്ലാം തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയായിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് ഓടി വരിക. വരുന്നവരെല്ലാം അവരുടേതായിട്ടുള്ള ഭാവങ്ങളൊക്കെ പ്രകടിപ്പിച്ച് അമ്മയുടെ നിവേദ്യം കഴിച്ചും അവിടുത്തെ പ്രദക്ഷിണം വെച്ചും നമസ്കരിച്ചും ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ തെളിമയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ച അത് ചോറ്റാനിക്കരമ്മയുടെ മാത്രം പ്രത്യേകതയാണ്. അത് ഈ സ്ഥാനത്തിൻ്റെ ഒരു മഹിമയാണ്. ഏതെല്ലാം തരത്തിലുള്ള മാനസിക വിഷമങ്ങളായിക്കോട്ടെ അതെല്ലാം തീർത്ത് അനുഗ്രഹിക്കാൻ ഈ അമ്മയെപ്പോലെ ഒരു കാരുണ്യം. അന്നേ എത്രയോ കാലമായി ഇതേപോലെ തന്നെ ഭാഗവത സബര്യ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. അവിടെ കയറുമ്പോൾ തന്നെ കാണാം ഒരു ഭട്ടതിരിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ വെല്യമ്പലത്തിൽ. ചെമ്മങ്ങാട് ഭട്ടതിരി. ഈ ക്ഷേത്രം ഇതേപോലെ ആക്കിയത് അദ്ദേഹമാണെന്ന് പറയുന്നു. അമ്മയുടെ ചൈതന്യത്തിനെ ഇത്രയധികം വർദ്ധിപ്പിച്ച് നമുക്കെല്ലാം അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും ഓടി നമ്മുടെ അടുത്തേക്ക് വരാൻ പാകത്തിനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്. അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിനെ സ്മരിക്കാണ്ട് ഭാഗവതമേ തുടങ്ങാൻ വയ്യ. ഇങ്ങനെ എത്രയോ മഹാത്മാക്കള്, എത്രയോ ആളുകളുടെ ആ പാദങ്ങളും അണിഞ്ഞ മണ്ണാണ് ഈ തിരുമുറ്റം. അവിടേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം അത് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓടി വരുമ്പോഴും അമ്മയെ കണ്ടാലേ മതി, റോഡിൽ നിന്ന് കണ്ടാലും മതി, നമുക്ക് എന്തൊരു ആനന്ദമാണ് അനുഭവിക്കുക. അമ്മയുടെ മടിത്തട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ അതിനേക്കാളൊരു സുഖം അമ്മയുടെ തലോടലേൽക്കുമ്പോൾ, അവിടുത്തെ ഒരു കരുണാകടാക്ഷം കിട്ടുമ്പോൾ ഒക്കെ നമ്മൾ സന്തോഷം അനുഭവിക്കണം. മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുളിർമ നമുക്ക് നൽകണം. ശരീരത്തിന് കുളിർമയുണ്ടായിട്ട് പ്രയോജനമൊന്നുമില്ല, മനസ്സിനെ കുളിർമ ഉണ്ടാവണം.
അതിനു വേണ്ടിയിട്ടാണ് അമ്മ ഭാഗവത സ്വരൂപിയായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഭാഗവതത്തിനെ ഓരോരുത്തരുടെ വചനത്തിൽ കൂടി നാവിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഭാഗവതം കേൾക്കൂ, അല്പനേരം പാടൂ, അതിലൊന്ന് ലയിച്ചിരിക്കൂ, അത് മതി. അത് തന്നെയാണ് അമ്മ, ഭാഗവത സ്വരൂപിയാണ് അമ്മ. രസോ വൈസഹ, അതാണ് ഭാഗവതം പറയാ. ഭാഗവതത്തിനൊരു രസമുണ്ട്, അമ്മയ്ക്കൊരു രസമുണ്ട്, അത് ആനന്ദമാണ്. ആ ആനന്ദമാണ് നമുക്ക് ഭാഗവതത്തിൽ കൂടി നമുക്ക് സർവത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം. ഇവിടെ ഭാഗവതത്തിൽ നമ്മൾ നേരത്തെ കേട്ടു, ഈശ്വര ദർശനം അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എത്ര കാലം സന്തോഷത്തോടുകൂടി മനഃശാന്തിയോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. എത്രയോ കാലം 101 വർഷം, 102ാമത്തെ പിറന്നാൾ ആഘോഷിക്കണം, 108ാമത്തെ പിറന്നാൾ ആഘോഷിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത്രയും കാലം ജീവിച്ചിരുന്ന എന്ത് പ്രയോജനം? എഴുന്നേക്കാൻ വയ്യ, മിണ്ടാൻ വയ്യ, കേൾക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ, കിടന്ന കിടപ്പിൽ കിടക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം? അങ്ങനെയല്ല വേണ്ടത്. കുറച്ചു കാലേ ജീവിച്ചോളൂ, മാർക്കണ്ഡേയനെ പോലെ 16 വയസ്സ് മതി. ഉള്ള കാലം എന്ത് വേണം? ആ ആനന്ദത്തോടു കൂടി കഴിയാകാവണം. അതിനാണ് അമ്മ ഇവിടെ വന്നിരുന്നതും ഇതുപോലെയുള്ള ഭാഗവതമൊക്കെ നമുക്ക് ഇങ്ങനെ കോരിച്ചേരണതെല്ലാം അത് തന്നെയാണ്. അപ്പുറത്തിൽ പുറകിലിരിക്കണ മഹാദേവനും പാർവതിയാവുന്ന ചോറ്റാനിക്കരമ്മയ്ക്കും പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കഥയമമ കഥയമമ. കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാം, ശ്രീകൃഷ്ണലീലകൾ കേട്ടാൽ മതീവരാം. ഈ രാമായണ പുണ്യകാലത്ത് അപ്പൊ പിന്നെ ഈ ശ്രീലകത്തിമിണ്ടുന്ന പാർവതിക്കും പുറകിലിരിക്കുന്ന മഹാദേവനും പിന്നെ എന്താ പണി? വേറൊന്നുമില്ല, രാമായണം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ, ആ മഹേശ്വരൻ അവിടുത്തെ തിരുമുഖത്ത് ഇങ്ങനെ രാമായണവും ഭാഗവതവും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഭാഗവത ഗംഗയും രാമായണ ഗംഗയും ഒഴുകുമ്പോൾ അതെല്ലാം കേട്ട് ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ചോറ്റാനിക്കരമ്മയുടെ ഭാവമാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ വരുമ്പോൾ കാണുന്നതെല്ലാം. ആ മധുക്കകത്ത് മുഴങ്ങണതെല്ലാം രാമായണം തന്നെ, ഭാഗവതം തന്നെ. എത്രയോ കാലങ്ങളായി ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ. പക്ഷെ നമുക്കതേപോലെ ഈ അമ്മയെ പോലെ ഒരു ശ്രദ്ധ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ആ ആനന്ദ സ്വരൂപിണിയെ പോലെ ഒരു ആനന്ദം അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഭാഗവതത്തിൽ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, അങ്ങനെ ആനന്ദം അനുഭവിക്കുന്ന ഒരു അമ്മയെ കുറിച്ചാണ് ദേവഹൂതി. നമ്മൾ നേരത്തെ കേട്ടു, കർദമന്റെ പത്നിയായിരിക്കുന്ന ദേവഹൂതിക്ക് ആ സജ്ജന സംസർഗം കിട്ടിയോടുകൂടി ലോകങ്ങളെല്ലാം ഒരു യാത്രയൊക്കെ നടത്തി വന്നപ്പോഴേക്കും ഉള്ളിൽ ഭക്തി നിറഞ്ഞു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഭക്തിയുടെ 9 പടികളും ആ അമ്മ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് സത്സംഗത്തിന്റെ മഹിമ. കുറച്ചു നേരം വന്നിരുന്നാലും എത്ര പെട്ടെന്നാണ് നമ്മുടെ മനസ്സിന് മാറ്റം വരാന്നറിയോ. അതുകൊണ്ട് ആ അമ്മയ്ക്ക് കർദമനെന്ന ആ വലിയൊരു സത്സംഗം കിട്ടിയപ്പോ അല്പകാലം കൊണ്ട് തന്നെ അമ്മയുടെ മനസ്സിൽ ഭക്തിയെ നിറഞ്ഞു. അതോടുകൂടി എവിടെ എന്തുണ്ടായി? എപ്പോ നമ്മുടെ മനസ്സിൽ രണ്ടില്ലാത്ത അവസ്ഥ വരണോ, ഭക്തമായി തീരണോ, ഭഗവാനെ സ്നേഹിക്കാൻ കഴിയണോ, ആ നിമിഷം ഭഗവാൻ തന്നെ കർദമം വീര്യമാപന്നോ ജജ്ഞേഗ്നിരുവതാരുണി, അരുണിയിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നത് പോലെ ഭഗവാനെ അവതരിച്ചു കപിലമൂർത്തി എന്ന പേരിൽ. 5 വയസ്സ് പ്രായം. ആ കണ്ണനെ ഉണ്ടായതോടുകൂടി പിന്നെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അമ്മയ്ക്ക് ഇനി മറ്റൊന്നും ആവശ്യമില്ല. എന്ന് ഭഗവാനെ കിട്ടണോ, അമ്മയെ കിട്ടണോ, അതേവരെ നമുക്ക് ഭാഗവതം വേണ്ടു. വ്രതങ്ങളും യാഗങ്ങളും യോഗങ്ങളും ദാനങ്ങളും തപസ്സും എല്ലാം തന്നെ ഈശ്വരനെ കിട്ടുന്നത് വരെ മതി. എപ്പോഴെങ്കിലും കണ്ടുവെന്ന് വരട്ടെ, പിന്നെ ഒന്നും വേണ്ട. അമ്മയ്ക്ക് കിട്ടിയതായിരിക്കുന്ന ആ സത്സംഗം കൊണ്ട് കിട്ടിയ ശ്രവണ കീർത്തനാദികളാകുന്ന മക്കളെ മുഴുവനും ബ്രഹ്മാവിന്റെ കുറവുള്ള മക്കൾക്കെല്ലാം വീതിച്ചു കൊടുത്തു. എല്ലാം കൊടുത്തോടുകൂടി അച്ഛനായിരിക്കുന്ന കർദമ പ്രജാപതി കണ്ണനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിൽ പോയി തീവ്ര തപം ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. ഇനി ആരേ ഉള്ളൂ? അമ്മ മാത്രമുള്ളൂ. അമ്മയ്ക്ക് സമയമാവണം. എപ്പോഴും ആ അർഹമായ മാത്രമേ നമുക്ക് ഭാഗവതമൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നല്ലൊരു ഗുരുനാഥനെ കണ്ടെത്താനും ആ ഗുരുനാഥന്റെ തിരുമുഖത്തിൽ നിന്ന് വേണ്ടതായിരിക്കുന്ന ജ്ഞാനോപദേശം കിട്ടാനുമൊക്കെ നമുക്ക് സമയമാവണം.
അല്ലാതെ കണ്ട് നമ്മളിപ്പോൾ നേടും വിചാരിച്ച് ഓടി നടന്നാൽ നമുക്കതൊന്നും കിട്ടില്ല. അതിന് ഈശ്വരാനുഗ്രഹം, ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം, ഇതൊക്കെ നമുക്ക് പ്രധാനമാണ്. നമ്മുടെ സമയം അനുകൂലമായിട്ട് മാറണം. അപ്പോഴാണ് നല്ലൊരു ഗുരുനാഥനെ നമുക്ക് കിട്ടുക. ഇവിടെ മകന്റെ ഭാവത്തിൽ തന്നെ ഗുരുവായൂരപ്പനയെ വന്നിരിക്കുന്നു അമ്മയുടെ മുമ്പിൽ. അമ്മ, നിനക്ക് സമയാവട്ടെ, ഞാൻ പറഞ്ഞു തരാം എന്നുള്ള മട്ടിലാണ്. ഒരു ദിവസം ആ അമ്മ കപിലമൂർത്തിയുടെ പാദങ്ങളെ നമിച്ചുകൊണ്ട് പറഞ്ഞു, നിർവിണ്ണാം നിതരാം ഭൂമന് അസതീന്ദ്രിയ ദർശനാൽ യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ തമസോമാ ജ്യോതിർഗമയ. അമ്മയുടെ വാക്കതാണ്. അന്ധകാരത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കണം അമ്മ കണ്ണ, അതുകൊണ്ട് അതിൽ നിന്ന് എന്നെ ഒന്ന് നേർവഴിക്കാക്കുമെന്നാണ്. നമ്മളാരും ചോദിക്കാറ് പതിവില്ല ഇതൊന്നും. ഏതെങ്കിലും ഗുരുനാഥന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ചോദിക്കാറുണ്ടോ, എന്നെ ഒന്ന് നേർവഴി കാണിച്ചു തരണേ? നമ്മൾ ചോദിക്കുന്നതെല്ലാം ഭൗതികമായിട്ട് എൻ്റെ സമയം ഇപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ്, നടക്കുമോ വല്ലതൊക്കെ. അതാണ് നമ്മുടെ ചിന്ത. ഇവിടെ ഭാഗവതം നേരെ തിരിച്ചു പറയണു, നടക്കേണ്ടതൊക്കെ ഇനി പ്രായമായില്ലേ, ഇനി അത് നോക്കണ്ട, കൊച്ചു കുട്ടികൾ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. നമുക്കൊക്കെ ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഇനി ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ അജ്ഞാനത്തിൽ നിന്ന് നമുക്ക് കരകയറണം. അതിനുള്ള മാർഗമാണ് വേണ്ടത്. ഭഗവാന്റെ പാദങ്ങളിൽ എപ്പോഴും ഒരു ഗുരുനാഥനെ സമീപിക്കുന്നത് പോലും അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ്. ഇനിയും 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 പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. ജനന മരണങ്ങളാകുന്ന ഈ കാലചക്രത്തിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. ഈ ജന്മം മനുഷ്യജന്മമായി, ഇനി അടുത്ത ജന്മം മനുഷ്യജന്മം തന്നെ ആവുമോ നമുക്ക്? ഈ ജന്മത്തിൽ പറ്റിയില്ല ഭാഗവതം വായിക്കാനും കേൾക്കാനൊക്കെ, അടുത്ത ജന്മം ആവട്ടെ. ഞാൻ ശ്രദ്ധയോടുകൂടി ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് മനുഷ്യനാണോ എന്നിപ്പോൾ എങ്ങനെ അറിയാം? കാട്ടിൽ വല്ല പുലിയാണോ, സിംഹമാണോ, പുഴുവാണോ, കൊതുകാണോ, മൂട്ടയാണോ, എന്താ നമ്മുടെ ശരീരം? അറിയില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയതായിരിക്കുന്ന ഈ കാര്യത്തിന് എന്ത് വേണം? ദുർലഭമായിട്ട് കിട്ടണു. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ. സുലഭമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ വളരെ ദുർലഭം. ജന്തൂണാം നരജന്മ ദുർലഭമതി എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ ദുർലഭമായിട്ട് കിട്ടിയതായിരിക്കുന്ന ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ എന്താണ് നേടേണ്ടത്? പരമാനന്ദം അനുഭവിക്കണം. അത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് എന്ത് തോന്നണു? അത് മതി മതി എന്നല്ല നമുക്ക് തോന്നുക. അങ്ങനെ നമുക്ക് തോന്നില്ല എന്നാണ്. 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും, ആശയാകുന്ന പാശമതിങ്കേന്നു വേർപിടാതെ കരയുന്നു മേൽക്കുമേൽ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. കിട്ടും തോറും പോരാ 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 എന്ന് മനസ്സിലിങ്ങനെ തോന്നലാണ്. ഇത്രയൊക്കെ നേടിയിട്ടും കണ്ടിട്ട് നമുക്ക് മതിയായോ? കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്തെങ്കിലും കണ്ടത് മതി എന്ന് പറയാറുണ്ടോ? അതായിട്ടില്ല. നാവിനെ കൊണ്ട് രുചിച്ചിട്ട് ഇനി വേണ്ട കേട്ടോ എനിക്ക്, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? വീണ്ടും 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 കഴിച്ചത് പോരാ, കണ്ടത് പോരാ, കേട്ടത് പോരാ. ഇങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥകൾ? അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിനെ വിടർത്തിയെടുക്കണം. ഒരു പ്രായം വരെ അങ്ങനെയൊക്കെ ആവാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വേണം? മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടർത്തിയെടുത്തിട്ട് ഈ സച്ചിദാനന്ദ രൂപിണിയായിരിക്കുന്ന അമ്മയുടെ പാദത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ശ്രീപാദത്തിലേക്ക് നമുക്ക് എത്തണം. അതിനാണ് വേദവ്യാസനെ പോലുള്ള ഋഷിമാരെല്ലാം കോടാനുകോടി ഗ്രന്ഥങ്ങൾ എഴുതി വെച്ച് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു. ഇതിലേതെങ്കിലും ഒരു മാർഗത്തിൽ കൂടി പോയിട്ട് ആ സർവേശ്വരന്റെ ശ്രീപാദത്തിലേക്ക് നിങ്ങൾ എത്തൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമുക്ക് എന്തേ കുഴപ്പം? അതിലേക്ക് എത്താൻ പഠിച്ചില്ല. നമുക്ക് ഒരു ഗ്രന്ഥങ്ങൾ പോലും വായിക്കാൻ നമുക്ക് സമയമില്ലാതെ കണ്ടായി. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് അവസാനം തളർന്നു മരിക്കണു. നമ്മളൊന്നും അറിയാതെ കണ്ട്, ഒന്നും അല്ലാതെ കണ്ടായിത്തീരണു. നമ്മളെ ആരും അറിയാതെ കണ്ട് പോലും ആയിത്തീരണു. ഇങ്ങനെ പോകേണ്ടവരാണോ നമ്മൾ? അല്ല. മൃത്യോർമ്മ അമൃതം ഗമയ. എപ്പോഴും മർത്യനായിരിക്കണം നമ്മൾ. ഒരിക്കലും മരിക്കാത്തവനായിട്ട് മാറണം, അമൃതനായിട്ട് മാറണം. അതാണ് ഭാഗവതന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ആ അമ്മയ്ക്ക് മോഹം എന്താ? ആ അമൃതത്വം നേടാറാവണം. എനിക്ക് ശരിയായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കി തരൂ കണ്ണാ, എനിക്കത് മതി എന്നാണ്. അമ്മയുടെ മുമ്പിൽ വന്നാൽ, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നാൽ നമ്മൾ ചോദിക്കേണ്ടതും അത് തന്നെയാണ്. ശരിയായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കി തരണേന്നാണ്.
അല്ലാതെ കണ്ട് മറ്റൊന്നല്ല നമുക്ക് വേണ്ടത്. കണ്ണിന് നല്ല കാഴ്ച വേണ്ടത്, കാഴ്ചപ്പാടാണ് വേണ്ടത് അല്ലേ? വേണ്ടത് നല്ലത് കാണാൻ സാധിക്കുക, നല്ലത് കേൾക്കാൻ സാധിക്കുക, നല്ലത് പറയാൻ സാധിക്കുക, നല്ലത് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ പേരാണ് സ്വർഗം എന്ന് പേര് പറയുക. നമ്മൾ വിചാരിക്കും സ്വർഗം വേറെ ഏതെങ്കിലും ലോകത്താണോ? അതല്ല, ഇവിടെ തന്നെയാണ്. ഇവിടെ ദാ ആ അമ്മ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചോടുകൂടി ഭഗവാന് സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, അമ്മ, മനസ്സിന് 2 വഴികളാണ്. ഒന്ന് പ്രേയസിന്റെ മാർഗം, ഒന്ന് ശ്രേയസിന്റെ മാർഗം. പ്രേയസ് എന്ന് പറഞ്ഞാൽ തെക്കോട്ടുള്ള വഴി, ശ്രേയസ് എന്ന് പറഞ്ഞാൽ വടക്കോട്ടുള്ള വഴി. നമ്മളൊക്കെ തെക്കോട്ടുള്ള വഴിയെ പോണത്. കാരണം എന്താ? ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വീടുണ്ടാവണം, വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാവണം, ജോലി ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം, ഇങ്ങനെയുള്ള മോഹങ്ങളുടെ പിന്നാലെയാണ്. ഇതൊക്കെ എന്നും നിലനിൽക്കുക നമുക്ക്? അതുമില്ല. നല്ല ആരോഗ്യം വേണം കണ്ണാ. ഭഗവാനെ ഭജിക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. നല്ല ആരോഗ്യം ഉണ്ടാവണം. ധാരാളം ആൾരൂപമൊക്കെ കൊണ്ടുപോയി ഭണ്ണാരത്തി കൊണ്ട് സമർപ്പിക്കണില്ലേ അമ്മ? ഇതേപോലെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണില്ലേ? ആരോഗ്യം എത്ര നാളത്തേക്ക് ഉണ്ടാവും? കുറച്ചു കാലം അല്ലേ? അത് കഴിഞ്ഞാൽ എന്താവും? പതുക്കെ പതുക്കെ കണ്ണ് കാണാണ്ടാവും, ചെവിട് കേൾക്കാണ്ടാവും, നാവ് കുഴഞ്ഞു തുടങ്ങും, പല്ലൊക്കെ കൊഴിഞ്ഞു തുടങ്ങും, തലമുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങുന്നു, ആകെ വികൃത വേഷമായി തുടങ്ങുന്നു. ഓരോ ദിവസം കഴിയും തോറും ആദ്യം ഉണ്ടായിരുന്ന ചെറുപ്പം പോലെയല്ല ഇപ്പോൾ. മാകൂരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാൽ കാലസർവം. ഈ കാലം വളരെ വേഗത്തിൽ നമ്മുടെ എല്ലാം തല്ലിക്കൊഴിക്കും. നന്നായിട്ട് ചിരിച്ചോണ്ടിരുന്ന ആളാണ്, ഒരു ദിവസം പല്ല് കൊഴിഞ്ഞു പോയി. ഒരു ദിവസം എന്താ നന്നായിട്ട് കണ്ണുകൊണ്ടിരുന്നതാ, ഇപ്പം എന്താ കണ്ണ് കാണാൻ വയ്യാത്ത? കണ്ണട എത്ര എണ്ണാന്നറിയോ? ഇവിടെ വയ്ക്കാൻ ഒരെണ്ണം, കൊണ്ട് നടക്കാൻ ഒരെണ്ണം, വീട്ടിലിരിക്കുമ്പോൾ നോക്കാൻ ഒരെണ്ണം, പല തരത്തിലാണ്. എന്താ കണ്ണിൻ്റെ ഫീസ് പോയി, ചെവിട് കേൾക്കാതൊക്കെ ഉണ്ടായി കഴിഞ്ഞിരിക്കണം. മുട്ടുവേദനയായിട്ട് ഓരോരുത്തരും ഇങ്ങനെ വിഷമിക്കുന്നു. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ശരീരം മുഴുവനും പറയണു ഞങ്ങളൊക്കെ പണി മുടക്കാൻ പോവുകയാണ്. ഇപ്പൊ കിട്ടിയ സമയം കൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ? അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ, എന്നിട്ട് നമുക്ക് മോഹം എന്താ? ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഒഴിഞ്ഞു പോകും. എത്രയോ ആളുകളെ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നു. ഉണ്ടായവരും നിലനിന്നവരും പോകുന്നവരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടും നാളെ എനിക്കും ഇത് തന്നെയാണ് ഗതി എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ആരും ചിന്തിക്കില്ല. അയാൾ പോയാലും ഞാനിപ്പോഴൊന്നും പോവില്ല എന്നാണ്. എൻ്റെ ജാതകത്തിൽ കുറെ എഴുതി വെച്ചിട്ടുണ്ട് അത്ര, അതുകൊണ്ട് ഞാനിപ്പോഴും ദീർഘായുഷ്മാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പോവില്ല എന്നാണ്. ഞാനും ഇതേപോലെ തന്നെ കിടക്കേണ്ട ആളാണ് അത്ര. എല്ലാവരും കത്തിച്ച് കളയാൻ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ശരീരം. ആ ബോധം നമുക്ക് വരണില്ല എന്നാണ്. അതെപ്പോൾ നമുക്ക് വരണോ അതോടുകൂടി പരിപൂർണമായിരിക്കുന്ന വിരാഗം നമുക്കുണ്ടാവും. ഒന്നിനോടുമുള്ള താല്പര്യം ഇല്ലാതെ ഉണ്ടാവും. മറ്റൊരാൾ മരിച്ചു കിടക്കണ കാണുമ്പോൾ ഇതേപോലെ തന്നെയല്ലേ എനിക്കും അവസ്ഥ എന്ന് ചിന്ത വന്നാൽ മതി. അപ്പോഴാണ് നമ്മൾ പതുക്കെ മനസ്സ് ശ്രേയസിന്റെ മാർഗത്തിലേക്ക് പോവാം. ശ്രേയസിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ ശ്രീപാദത്തിലേക്ക്, ഗുരുവായൂരപ്പന്റെ ശ്രീപാദത്തിലേക്ക് മനസ്സെത്തുക. അതിൻ്റെ പേരാണ് ശ്രേയോ മാർഗം. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ആ ശ്രീപാദത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നോക്കണം. അതിനെങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എൻ്റെ മനസ്സിൽ 2 ഭാവങ്ങളാണ്, അഹം മമ. അതില്ലേ നമുക്ക്? ഞാനെന്നും എൻ്റെ എന്നുള്ള 2 ഭാവങ്ങൾ. എത്രമാത്രം അത് ഉയർന്നു വരുന്നുണ്ടോ? അതെപ്പോഴാണ് നമുക്കില്ലാത്തത്? ഈ കസേരയിൽ ഇരിക്കുമ്പോൾ പോലും നമുക്ക് എന്തേ തോന്നുന്നത്? ഞാനിരിക്കണ സീറ്റ് എന്നല്ലേ തോന്നുക? എൻ്റെ സീറ്റ് എന്ന് തോന്നണം. എന്തുകൊണ്ടാ? അതുപോലും എൻ്റെ എന്നാണ്. അല്പനേരത്തേക്ക് ഞാൻ ഇരിക്കണുള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിക്ക് പോയിന്ന് വരും. ചിലപ്പോൾ അല്പനേരം ഇരുന്നുള്ളെങ്കിലും ഞാൻ എന്ത് പറഞ്ഞു? അത് എൻ്റെ സീറ്റാണെന്ന് വിചാരിക്കുന്നു നമ്മൾ അല്ലേ? ഇതാണ് അഹം മമ എന്ന ഭാവം. ഇത് ഞാനെന്നും എൻ്റെ എന്നും ഈ ചിന്ത വരുന്നിടത്തോളം കാലം അമ്മ എങ്ങനെയാ മനസ്സിന് സമാധാനം ഉണ്ടാവുക? അതുകൊണ്ട് നമ്മളങ്ങനെ എൻ്റെ എന്നും ഞാനാണെന്നും പറഞ്ഞ് ഒരുക്കി വെച്ചതെല്ലാം ഓരോരുത്തരും ഓരോന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. എൻ്റെ പല്ല് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അത്ര. ഒരു ദിവസം തിരിച്ചു പോന്നു. പിന്നെ എന്തായി? വൈകുന്നേരം ആകുമ്പോഴത്ത് അഴിച്ചു വെക്കണം, നേരം വെളിച്ചാകുമ്പോൾ ഫിറ്റ് ചെയ്യണം. ഇത് എൻ്റെ പല്ലാണ് അത്ര. എല്ലാം അങ്ങനെയാണ്. എൻ്റെ അല്ലാത്തത് എന്താ ഉള്ളത്? അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും അമ്മ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ജീവിതം കൊണ്ട് നമ്മൾ എന്താവണം? സജ്ജനങ്ങളെ കണ്ടുപഠിക്കണം. തിതിക്ഷവ കാരുണിക. ഇവിടെ പറയണു, സുഹൃത സർവദേഹിനാം മജാതശത്രവശാന്ത സാധവ സാധുഭൂഷണ. സജ്ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്? അവരെല്ലാം ആ തിതിക്ഷവ,
ചൂട് വന്നാലും തണുപ്പ് വന്നാലും ലാഭം വന്നാലും നഷ്ടം വന്നാലും ജയം വന്നാലും പരാജയം വന്നാലും എപ്പോഴും മനസ്സിനെ സമനിലയിൽ നിർത്തുന്നവര്, അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാവണം നമുക്ക്. അദ്വേഷ സർവഭൂതാന മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ഗുരുവായൂരപ്പന് ഇഷ്ടം കൂടുതൽ. എന്തെന്ത് വന്നാലും ഒക്കെ ഒരേപോലെ മനസ്സിനെ നിർത്താകാവണം. ദുഃഖം വരുമ്പോൾ കുറെ കരയുക, സുഖം വരുന്ന സമയത്ത് കുറെ തുള്ളിച്ചാടുക, ഇതൊന്നുമില്ല. സുഖം വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആനന്ദിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ സുഖം എന്ത് ചെയ്യും? അത് പോകും, വീണ്ടും ദുഃഖം വരികയായി. ഇപ്പൊ കാണുന്ന ഈ വെയിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു 3 മണി കഴിഞ്ഞാൽ സൂര്യൻ പറയും ഇനി അത്രയും ചൂടില്ല കേട്ടോ, 12 മണിയുടെ ചൂടൊന്നും ഇനി ഉണ്ടാവില്ല, ഞാൻ പതുക്കെ 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 പടിഞ്ഞാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ കുറെ കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതങ്ങനെ തന്നെ ഇല്ലാതെ ഉണ്ടാവുകയാണ് അല്ലേ? ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ രാത്രി ഉറങ്ങിയതല്ലേ നമ്മൾ? നേരം വെളിച്ചായപ്പോ എഴുന്നേറ്റതാ സൂര്യ ഉദിച്ചപ്പോ. ഈ രാത്രി ഇതാ വീണ്ടും വരാൻ പോകണത്രേ. ഒരു പകല് കഴിഞ്ഞാൽ ഒരു രാത്രി വരണു. കുന്നിനു കുഴിയുണ്ടെന്നതുപോൾ സുഖം ഒന്നിനു ദുരിതവും അനുദിനമെഴുതാം മന്നിതിലുള്ളൊരു ജീവിക്കെല്ലാം എന്നതു നിയതം ദേവി ജയ ജയ. ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികൾക്കും ഒന്നിനു കുഴിയുണ്ടെന്നതുപോൾ സുഖം ഒന്നിനു ദുരിതവും അനുദിനമെഴുതാം മന്നിതിലുള്ളൊരു ജീവിക്കെല്ലാം എന്നതു നിയതം ദേവി ജയ ജയ. ഒരു സുഖം വന്നാൽ അടുത്തത് ദുഃഖം വരാൻ പോകുന്നു നമുക്ക്. ഈ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒന്നുമേ സ്ഥിരമല്ല എന്നർത്ഥം. എല്ലാം സ്ഥിരമാണെന്ന് നമ്മളാ വിചാരിക്കുന്നത്, ഒന്നുമേ സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ ആ ജീവിതം നമ്മൾ എന്തായി തീരണം? സജ്ജനങ്ങളെ കണ്ടുപിടിക്കണം. അത് മനസ്സിലാക്കിയതായിരിക്കുന്ന സജ്ജനങ്ങൾ എന്ത് ചെയ്യണു? ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മയയിൽ അനന്യേന ഭാവേന ഭക്തിം കുർവന്തിയേ ദൃഢാം മൽകൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബന്ധവാ. അവരെന്ത് ചെയ്യണു? അവരെല്ലാ കർമ്മങ്ങളും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ആഹാരം കഴിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്? കണ്ണാ നിനക്ക് വേണ്ടിയിട്ട്. അമ്മയുടെ അടുത്തിരുന്ന് നമ്മൾ അന്നദാനം കഴിക്കുന്ന സമയത്ത് അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഒരു പിടി ചോറ് കിട്ടണത്. അത് കിട്ടണ സമയത്ത് അമ്മ ഞാൻ ആഹാരം കഴിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഞാൻ ഉറങ്ങണത് നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ, ഞാൻ എന്തെങ്കിലും കുളിക്കണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് വേണ്ടിയിട്ടമ്മ. ആ ഒരു ചിന്ത നമുക്ക് വരാൻ സാധിച്ചാൽ എത്ര നന്നായി. സജ്ജനങ്ങള് അങ്ങനെയുള്ളവരായിരുന്നു. അവര് കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം നാരായണായേതി സമർപ്പയാമി. അതാണ് സജ്ജനങ്ങള്. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം 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 എൻ്റെ കണ്ണാ എല്ലാം നീ തന്നെയല്ലേ. ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ക്ഷേത്ര ദർശനങ്ങളും ഭാഗവതാദി പുരാണങ്ങളൊക്കെ കേൾക്കുന്നതും എല്ലാം. ഈ ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ദൈവാധീനം കൊണ്ട് നമുക്ക് അതൊന്നും ഉണ്ടാവണില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇതേക്കൂടെ കേട്ട് ഇതേക്കൂടെ എങ്ങനെ ചാടിപ്പോവും. കേട്ടതൊന്നും ഉള്ളിലേക്കേ ഇരിക്കണില്ല. അതുകൊണ്ട് ഇന്നത്തെ കഴിഞ്ഞ അത്ര സപ്താഹം, ഇനി നാളെ രാവിലെ പോയിരിക്കാം കുറച്ചു നേരം, വൈകുന്നേരമായ അത് കഴിഞ്ഞു. ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തെന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചു ഇത്ര കാലം കൊണ്ട്? അവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും എനിക്ക് ഗുരുവായൂരപ്പനായിട്ട് കാണാൻ സാധിച്ചോ? ചോറ്റാനിക്കരമ്മയുടെ തിരുമുറ്റത്തേക്കാണ് വന്നിരിക്കുന്നത്. ആ ഗോപുരം അങ്ങോട്ട് കടന്നാൽ അമ്മയുടെ സ്വരൂപമാണ് നമുക്ക് എല്ലാവർക്കും. ആരെ കണ്ടാലും അമ്മേ നാരായണ എന്ന് വിളിക്കാറാവണം നമുക്ക്. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇത് ഇന്ന വീട്ടിലെ, ഇയാൾ ഇന്ന വീട്ടിലെ. നമ്മളിപ്പോഴും ഭേദബുദ്ധിയല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും ഭേദഭാവന മാറിയിട്ടുണ്ടോ? അപ്പൊ അമ്മയെ തൊഴുതിട്ട് എത്രയോ കാലമായി ഭാഗവതം വായിക്കണു, നാരായണീയം വായിക്കണു. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? അതാണ് സജ്ജനങ്ങള്.
അവർ കാണുന്നതെല്ലാം ഒരേ ഒരു രൂപം മാത്രം. അതുകൊണ്ട് തന്നെ അവരുടെ തിരുമുഖത്ത് നിർഗളിക്കുന്നതും അത് തന്നെ സദാ പ്രസംഗാൻമമ വീര്യസംവിദോ ഭവന്തിഹിൽ കർണരസായണ കഥ. ആ സജ്ജനങ്ങളുടെ തിരുമുഖത്ത് നിർഗളിക്കുന്നതായിരിക്കുന്ന ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് കർണരസായണ കഥ, കർണത്തിൽ കൂടി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സച്ചിദാനന്ദമുണ്ട്, ഒരാനന്ദമുണ്ട്. അത് തന്നെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. കപിലമൂർത്തി അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുത്തു. അമ്മ അത് ധാരാളം കേട്ടുകൊണ്ട് എന്നെ തന്നെ മനസ്സുറപ്പിക്കുമെന്നാണ്. എൻ്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തിനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് 2 അധ്യായം കൊണ്ട് സാംഖ്യത്തിനെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ അവതരിച്ച് തന്നെ സാംഖ്യ ആചാര്യനായിട്ടാണ്. അതുകൊണ്ട് സാംഖ്യത്തിനെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. എന്താണ് ഈശ്വരൻ, എന്താണ് പ്രകൃതി, എന്താണ് ജീവൻ, ആ 3 അവസ്ഥകളെ ഭംഗിയായിട്ട് കപിലമൂർത്തി പറഞ്ഞു കൊടുത്തു. ഇത് തന്നെയാണ് നമുക്ക് അറിയേണ്ടതും. എന്താണ് അമ്മ എന്ന് നമുക്ക് തിരിച്ചറിയണം. എന്താണ് ചോറ്റാനിക്കരമ്മ, എന്താണ് ഞാൻ, എന്താണ് ഈ പ്രകൃതി, ഇത് നമുക്ക് തിരിച്ചറിയണ്ടേ. പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ ഉണ്ടായതും അത് തന്നെയാണ്. ആ രൂപത്തിനെ അറിയണം. അനാദിരാത്മാ പുരുഷോ നിർഗുണ പ്രകൃതേ പരാ പ്രത്യഗ്ധാമാ സ്വയം ജ്യോതി വിശ്വം വേണ സമന്വിത. ഭാഗവതം പറഞ്ഞു അനാദിരാത്മാ പുരുഷ. സാക്ഷാൽ ഈശ്വരൻ എങ്ങനെയുള്ള ആളാണ്? അനാദി. ഇന്ന രൂപം എന്ന് പറയാൻ സാധിക്കാത്തതാണ് അനാദി എന്ന് പറയാം. പ്രത്യക് രൂപമാണത്ര നമ്മുടെയൊക്കെ ഹൃദയത്തില് മറഞ്ഞിരിക്കണു. പഞ്ചകോശാന്തരസ്ഥിത നിത്യയൗവനാമതശാലിനി. എവിടെയാണ് ചോറ്റാനിക്കരമ്മ ഇരിക്കുന്നത്? പഞ്ചകോശാന്തരസ്ഥിത നിത്യയൗവന മതശാലിനി. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. നമ്മുടെ ശരീരത്തിന് 5 കോശങ്ങൾ, ക്ഷേത്രത്തിന് 5 പ്രാകാരങ്ങൾ. 5 പ്രാകാരത്തിന്റെ ഉള്ളിലാണ് ഭഗവതി ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ 5 കോശങ്ങളുടെ ഉള്ളിലാണ് ജഗദംബിയ നിറഞ്ഞിരിക്കണത് എന്ന് ലളിതാ സഹസ്രനാമം നമുക്ക് പറഞ്ഞു തരണം. ആ ഈശ്വരന് അനാദിരാത്മാ. അതിന് ഇന്ന സമയത്ത് ഉണ്ടായതാണ്. നമ്മൾ ഉണ്ടായപ്പോഴാണ് അത്ര ആത്മാവുണ്ടായത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ കാലം അത് ഉണ്ടായതല്ല, സ്വയമേവ പ്രകാശിച്ചത്, മറ്റൊരാളുടെ ആശ്രയമില്ലാത്തത്. ചോറ്റാനിക്കരമ്മയ്ക്ക് നമ്മുടെ വല്ല ആവശ്യമുണ്ടോ? നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് വേണോ അവിടത്തേക്ക്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവിടുന്ന് അനാദി ആത്മാ. അവിടുന്ന് ആത്മയാണ്, പരമാത്മസ്വരൂപിണിയാണ്, അവിടുന്ന് സച്ചിദാനന്ദമൂർത്തിയാണ്. അവിടത്തേക്ക് എന്തിന് നമ്മളെന്തെങ്കിലും കൊടുത്തിട്ട് എന്തിന്? അവിടത്തേക്ക് എന്തിന്? നമ്മുടെ ആവശ്യം ഒന്നുമില്ല. ഒരാളെ ആശ്രയിക്കേണ്ടതില്ല. സർവ ആശ്രയയാണ് അമ്മ. എല്ലാവർക്കും ആശ്രയിക്കാവുന്ന സ്ഥാനം. അല്ലാതെ കണ്ട് അവിടത്തേക്ക് നമ്മളെ ആശ്രയിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ വാക്കായിട്ടിരിക്കുന്നത് പോലും അല്ലേ, പരാ പ്രത്യക്ഷി രൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക. എൻ്റെ ഉള്ളില് പരയായിട്ടും പശ്യന്തിയായിട്ടും മധ്യമയായിട്ടും ഈ പുറത്തേക്ക് വരുന്ന ശബ്ദവുമായിട്ടിരിക്കുന്നത് ആരാ? ഈ അമ്മയുടെ രൂപമാണ് അല്ലേ. അപ്പോ അമ്മയില്ലെങ്കിൽ നമ്മളില്ല എന്നാണ്. അല്ലാണ്ട് നമ്മളില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്കൊരു കുഴപ്പം വരാനില്ല. നമ്മുടെയൊക്കെ ധാരണ ഇതാണ്. നമ്മൾ ഒന്ന് തൊഴുതില്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ കിട്ടുക? അമ്മ ഇപ്പൊ ആര് തൊഴുന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ധാരണ. അങ്ങനെയാണ് അല്ലേ. ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അനാദിരാത്മാ. എന്നുമുള്ളതാണ്, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളതാണ്. ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലേ നിറഞ്ഞിരിക്കുന്നു. ആ ഈശ്വരന്റെ പ്രകാശം കൊണ്ടാണ് എൻ്റെ ഈ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, ചെവിട് കൊണ്ട് കേൾക്കാൻ പറ്റണത്. നമ്മുടെ മുഖത്ത് തന്നെ നോക്കിക്കോളൂ, എന്തെല്ലാം അവയവങ്ങളാന്ന് ആലോചിച്ചോളൂ. കണ്ണൊന്ന് വേറെ, മൂക്കൊന്ന് വേറെ, വായൊന്ന് വേറെ അല്ലേ, ചെവിടൊന്ന് വേറെ, കൈകാലുകളുടെ പ്രത്യേകതകൾ വേറെ, ഹാർട്ടിരിക്കുന്നത് വേറെ ഒരു തരത്തില്. ഓരോന്നും നോക്കിക്കോളൂ, ഓരോന്നും ഓരോ തരത്തിലാണ്. നമ്മുടെ മുഖത്തല്ലേ ഇരിക്കുന്നത്. എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ വായ, ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അല്ലേ, ഞാൻ വായ കൊണ്ടല്ല കഴിക്കുക, കണ്ണുകൊണ്ട് കഴിക്കാൻ പോവാണ് എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? അത് സാധിക്കില്ല അല്ലേ. കണ്ണുകൊണ്ട് പറയുകയാണ്, അത്ര ദിവസം പറയുക, ഇനി കണ്ണുകൊണ്ടല്ല കാണാൻ പോണത്, വായ കൊണ്ട് ഇത്തിരി നേരം കാണട്ടെ. അങ്ങനെ ആയാൽ കാണാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? സാധിക്കില്ല അല്ലേ. നമ്മുടെ മുഖത്ത് തന്നെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഇതിനെ മാറ്റാനൊന്നും സാധിക്കില്ല.
ഇതിൻ്റെ എല്ലാം പ്രവൃത്തികള് ഓരോന്നും ഓരോ തരത്തിലല്ലേ നോക്കിക്കോളൂ. ചെവിട് കൊണ്ട് കാണാൻ പറ്റില്ല, കണ്ണിനെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല, നാവിനെ കൊണ്ട് കാണാൻ പറ്റില്ല, എന്തെല്ലാം അറിയാമോ? അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിനെ തന്നെ നോക്കിക്കോളൂ, എന്തുമാത്രം പ്രത്യേകതകളെ കൊണ്ടാണ് 24 വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഓരോന്നും ഓരോരോ പ്രവർത്തനങ്ങളാണ്. ദിക്കുകളാകുന്ന അധിഷ്ഠാനതകളാകുന്ന ശ്രോത്രം, സൂര്യനാകുന്ന കണ്ണുകള്, അശ്വിനി ദേവന്മാരാകുന്ന മൂക്ക്, വായു ആകുന്ന ത്വക്ക്, ഇങ്ങനെ ഈ ശരീരത്തിലെ ഓരോന്നും, വരുണനാകുന്ന ഈ നാവ്, ഓരോന്നിനും ഓരോ അധിഷ്ഠാന ദേവതകള്, 72,000 പരം നാഡീ ഞരമ്പുകള് നമ്മുടെ ശരീരത്തിൽ കൂടി ഇങ്ങനെ ഓടി നടക്കണ്ടെങ്കിൽ എത്രയാ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കണമെന്ന് ഒരു കണക്കില്ല. ഒരു തലമുടി നാരിന്റെ അറ്റം എടുത്തിട്ട് അതിനെ 100 ഭാവിച്ചാൽ അതിൻ്റെ ഒരു കണം നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അത്രയും സൂക്ഷ്മമായിരിക്കുന്ന നാഡീ ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. അപ്പൊ ഇതിനെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതിന്റെ പേരാണ് പ്രകൃതി. ഈ ശരീരത്തിന്റെ പേരാണ് പ്രകൃതി. ഈ ശരീരത്തിനെ മുഴുവനും ഇതൊക്കെ പ്രവർത്തിക്കണ്ടേ? വേണ്ടടുത്തൊക്കെ സമയത്ത് രക്തം വെട്ടണം. രാവിലെ കഴിച്ച ആഹാരമൊക്കെ ദഹിച്ചില്ലേ എല്ലാവർക്കും? അല്ലേ? കുറച്ചൊക്കെ ദഹിച്ചിട്ടുണ്ടാവും, വിശക്കണുണ്ടാവും. ഇപ്പോൾ ഉറക്കം വരണില്ലേ എല്ലാവർക്കും? ഉറക്കം വന്നില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ? വിശക്കാണ്ടിരുന്ന എന്തൊരു ബുദ്ധിമുട്ടാ നമുക്ക്. ഓരോന്നും നമുക്ക് അങ്ങനെയല്ലേ? എല്ലാത്തിനും പ്രവർത്തിപ്പിക്കുന്ന എന്തുകൊണ്ടാ? ഈ ശരീരത്തിലെ ഈ നാഡീ ഞരമ്പുകളെയും വ്യവസ്ഥകളെയും മുഴുവനും വേണ്ട മാതിരി കൃത്യമായിട്ട് എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉള്ളിലേ ഒരാളിരിക്കണം. ഇയാളെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്ക് കാണാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ പറയും ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നൊക്കെ വെറുതെ പറഞ്ഞതാ, നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല അത്ര. ഇതിങ്ങനെ കയ്യിൽ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നടക്കിലേക്ക് ഓടുന്നത്. കാരണം ഭഗവതി ഇപ്പം മേശാന്തി ശിവേലി ഞാൻ നടയടച്ചു പോകുമല്ലോ, പിന്നെ ഭഗവതി ഇരുട്ടത്തിരിക്കും, ഞാൻ വെളിച്ചത്തിരിക്കണം. അപ്പോഴും നമുക്ക് ചിന്ത എന്താണ്? ഭഗവതി അവിടെയും ഞാനിവിടെയും, അല്ലേ? ഈ ചിന്തയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതാദി പുരാണങ്ങളൊക്കെ നിരന്തരമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മേശാന്തി കൂട്ടിപ്പോയാലും ചോറ്റാനിക്കരമ്മ എവിടെയുണ്ട്? എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണു. എൻ്റെ വാക്കായിട്ട് പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽ പീഠരൂപിണി, പ്രാണേശ്വരിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണല്ലോ അമ്മ. ഞാനൊരു ശ്വാസം എടുക്കണ്ടെങ്കിൽ അത് നിന്റെ മിടുക്കൊണ്ടല്ലേ അമ്മ? ഞാനൊരു വാക്ക് പറയണ്ടെങ്കിൽ അത് നിന്നൊക്കെ ഉണ്ടല്ലേ? എന്തും ഞാൻ രുചി അറിയണ്ടെങ്കിൽ, ഞാൻ കാണണ്ടെങ്കിൽ, ഞാൻ കേൾക്കണ്ടെങ്കിൽ, എൻ്റെ കൈകാലുകളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കണ്ടെങ്കിൽ എല്ലാത്തിനും പ്രേരക ശക്തിയായിട്ട് ഈ കേൾക്കണതൊക്കെ വേണ്ട മാതിരി ബുദ്ധിയിൽ നിറയ്ക്കണ്ടേ? വേണ്ടതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണ്ടേ? ചിലതൊക്കെ ഈ ചെവിട്ടക്കൂടെ കേട്ടു പോകും, ചിലതെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ മായാണ്ട് കിടന്നു എന്ന് വരും. ചിലപ്പോ ഇവിടെ ഇരുന്ന് 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയാൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കയറുക, അത്രേ ഉണ്ടാവുള്ളൂ. അത് ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തി ആരാണ്? അത് അമ്മയാണ്, അല്ലേ? യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. നിദ്രയായിട്ട്, ബുദ്ധിയായിട്ട്, ശക്തിയായിട്ട്, വാക്കായിട്ട്, സ്മൃതിയായിട്ട്, എല്ലാമായിട്ട് കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ ആര് വേണം? അതമ്മയാണ്. പ്രാണേശ്വരിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കണു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, പഞ്ചപ്രാണനായിട്ട് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് വേണ്ടതൊക്കെ വേണ്ട മാതിരി ചെയ്യേണ്ടതാരാ? ആ പ്രാണേശ്വരി പ്രാണദാത്രി. അമ്മ എവിടെ ഇരിക്കണു? നമ്മുടെ ഉള്ളിലുണ്ട്. വിശുദ്ധി ചക്രനിലയാ രക്തവർണ ത്രിലോചന ഖട്വാങ്കാതി പ്രഹരണ വതനേക സമന്വിത പായസാന്ന പ്രിയാ ത്വക്സ്നാ പശുലോക ഭയങ്കരി അമൃതാതി മഹാശക്തി സംഭൃതാ ഡാകിനീശ്വരി. വിശുദ്ധി ചക്രനിലയാ. വിശുദ്ധി ചക്രം നമ്മുടെ കണ്ഠത്തില്. ആ കണ്ഠത്തില് ത്വക്കിലമ്മയിരിക്കണു. മാംസനിഷ്ഠ ഉദാന്ന പ്രീതമാനസ. മാംസത്തിൽ അമ്മയിരിക്കണു. രുതിര സംസ്ഥിത. രക്തത്തിൽ അമ്മയിരിക്കണു. മേധോനിഷ്ഠ മധുപ്രീത. മേധസ്സിൽ അമ്മയിരിക്കണു. മജ്ജയിൽ അമ്മയിരിക്കണു. സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത. നമ്മുടെ ശിരസിലെ അമ്മയിരിക്കണു. ഇങ്ങനെ നോക്കിയാൽ എൻ്റെ ശരീരത്തിനെ ഞാൻ വേണ്ട മാതിരി പഠിച്ചാൽ
ഇതിൽ അമ്മയല്ലാതെ കണ്ട മറ്റൊരു ശക്തി ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ പേരാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. ഇതാണ് സാഖ്യം. ഓരോന്നിലും നിറഞ്ഞിരിക്കുന്ന അമ്മയുടെ സ്വരൂപത്തിനെ, ഈശ്വരന്റെ രൂപത്തിനെ നമുക്ക് കാണിച്ചു തരിക. ഈശ്വരനെ ഉള്ളൂ എന്ന് ഉറപ്പാക്കുകയാണ് നമുക്ക്. അത് കപിലമൂർത്തി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അമ്മ, ഹൃദയത്തിലേ ഞാനിരിക്കുന്നുണ്ടല്ലോ, അമ്മ എന്തേ അങ്ങോട്ട് നോക്കാത്തതെന്ന്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് അഹം മമ എന്ന ഈ രണ്ട് ഭാവങ്ങള്, ആ രൂപത്തിനെ മറയ്ക്കുന്ന മായ. ആ മായയ്ക്ക് രണ്ട് ഭാവങ്ങളാണ്, ഒന്ന് വിക്ഷേപം, ഒന്ന് ആവരണം. മറ്റൊന്നായിട്ട് കാണിച്ചു തരിക. ഇരുട്ടത്ത് പോകുമ്പോൾ അവിടെ ഒരു കയറിന്റെ കഷ്ണം കിടക്കണ കണ്ടാൽ നമുക്ക് തോന്നും ഇരുട്ടത്ത് കയറിന്റെ കഷ്ണം കാറ്റത്തൊന്ന് ആടും കൂടെ ചെയ്താൽ ആകെ പ്രശ്നമായി. പിന്നെ ഒരടി നമ്മൾ മുന്നോട്ട് വയ്ക്കില്ല. പിന്നാലെ കൊണ്ടുവന്ന ആള് വെളിച്ചം കാണിച്ചു തരുമ്പോഴാണ്, അല്ല ഇത് കയറായിരുന്നു അല്ലേ, പാമ്പല്ല, നമുക്ക് സമാധാനമായില്ലേ. ഇതേപോലെയാണ്, ഇതാണ് വിക്ഷേപം. മറ്റൊന്നായിട്ട് നമുക്ക് കാണിച്ചു തരിക. ഇനി ആവരണം എന്താണ്? ഈ മായ എന്ത് ചെയ്യണു? ഇതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്, കാണിച്ചു തരാതെ കണ്ട്. അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ചക്കയുടെ ഉള്ളിലിരിക്കുന്ന ചക്കക്കുരു എടുക്കണം അത്ര, ഇന്ന് ഉപ്പേരി വെക്കാൻ ചക്കക്കുരു ഉപ്പേരി വെക്കാണ് തീരുമാനിച്ചത്. ആ ചക്കക്കുരു ഒന്ന് എടുക്കണമെങ്കിൽ എന്ത് വേണം? എന്തെല്ലാം ഭാഗങ്ങൾ കളഞ്ഞാലാണ് നമുക്ക് ആ സാധനത്തിൽ ഒന്ന് കൊത്തിയെടുക്കാൻ പറ്റല്ലേ. ഇതേപോലെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയണമെങ്കിൽ ഈ ചക്കയുടെ ഭാഗങ്ങളൊക്കെ മാറ്റി ചക്കക്കുരു എടുക്കണത് പോലെ സകലത്തിനെയും മാറ്റി കഴിഞ്ഞ് ഇങ്ങനെ ആവരണം ചെയ്ത് വെച്ചേക്കണം അത്രയും മായ. ആ മായ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണു? ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഉണ്ടായിത്തീരണു. അതുകൊണ്ടാണ് ഭാഗവതം നമുക്കോട് പറയാ, എപ്പോഴും ഞാൻ ആരാണെന്നുള്ള ആ ചിന്ത ഉണ്ടാവണം നമുക്ക്. എപ്പോഴും സദാസമയത്തും അതിനെ ചിന്തിക്കാറാവണം. ഇപ്പൊ എന്തായി? ഞാൻ ഈ ശരീരമാണെന്നുള്ള അഹങ്കാരം വരുന്നു. രമണ മഹർഷിയുടെ അടുത്ത ഒരാൾ എന്നിട്ട് ചോദിച്ചു, ഗുരുനാഥ, എനിക്ക് എന്തേ ഒരു മനസ്സമാധാനം കിട്ടണില്ലല്ലോ, ഈ മനസ്സമാധാനം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം ഗുരുനാഥ എന്ന് ചോദിച്ചു. അപ്പോ ഗുരുനാഥൻ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ? ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോയി. അത്ര ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് രമണ മഹർഷി എനിക്ക് പോയി. അത് പോയപ്പോൾ ശിഷ്യൻ കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇതെന്താ ഗുരുനാഥൻ ഇങ്ങനെ പറയണത്? പിന്നാലെ ചെന്നു, അല്ല ഗുരുനാഥ, ഞാൻ ചോദിച്ചതിനൊരു സമാധാനം കിട്ടിയില്ലല്ലോ, എനിക്ക് മനസ്സമാധാനം ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ അദ്ദേഹത്തിന് തോന്നി, ഗുരുനാഥൻ എനിക്ക് പോയാൽ എനിക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവുക? കുറെ കഴിഞ്ഞ് അദ്ദേഹം ആ പറഞ്ഞ വാക്കിനെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ഉള്ളിലെ എന്ത് പോണം? ഞാനെന്ന ഈഗോ ഇല്ലാതെ ഉണ്ടായിത്തീരണം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അപ്പൊ നമ്മളിൽ നിന്ന് പോകേണ്ട ഭാവം എന്തായിരിക്കണം? ആ ചെറിയ ഞാൻ മാറിയിട്ട് വലുതായിരിക്കുന്ന ഞാനായിത്തീരണം. അഖിലവും ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിലേക്ക് ഉയർന്നു വരണം എന്ന് പറയാം. അതിനെന്തേ വേണ്ടത്? അതിന് ധ്യാനത്തിനെ പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക്. അമ്മയ്ക്ക് മാത്രമാണോ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ? അല്ല, നമ്മളെപ്പോലുള്ളവർക്കെല്ലാം പറഞ്ഞു തരാ, ഈശ്വരനെ ധ്യാനിക്കൂ എന്നാണ്. ആ സുന്ദരമായിരിക്കുന്ന രൂപത്തിനെ ധ്യാനിക്കണം. പാദാതികേശം കേശാദിപാദം, നല്ലൊരു അലൗകികമായിരിക്കുന്ന മൂർത്തി ധ്യാനത്തിനെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു. അതിനെ എന്ത് വേണം? ഭഗവാന്റെ ശ്രീപാദം മോൾക്ക് ശിരസ് വരെ ധ്യാനിക്കണം. മേശാന്തി എത്ര ഭംഗിയായിട്ടാണ് അമ്മയെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നതല്ലേ. നടക്കേന്ന് പോരാൻ തോന്നുന്നില്ല നമുക്ക് അമ്മയെ കണ്ടാൽ. എന്തിനാ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കിപ്പോ മേശാന്തി അലങ്കരിച്ചിട്ട് വേണോ വല്ല വേഷവും? അല്ലേ? അതൊന്നല്ല. അതിനേക്കാളും ഒക്കെ എത്രയോ സുന്ദരിയാണ് അമ്മ. പക്ഷെ അമ്മ എന്തിനെ വേഷം കെട്ടിച്ച് വെക്കണു? നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിന് എപ്പൊക്കെ വിഷമം വരുന്നുണ്ടോ, ആ സമയത്ത് അമ്മയുടെ ആ നെറ്റിയിലെ തിലകമൊന്ന് ധ്യാനിച്ചാൽ പോരെ, അവിടുത്തെ ആ മുക്കൂത്തി ഒന്ന് ധ്യാനിച്ചാൽ പോരെ, അവിടുത്തെ ആ പുഞ്ചിരി ഒന്ന് ധ്യാനിച്ചാൽ പോരെ, അവിടുത്തെ കവിളെണ്ണകളെ കണ്ടാൽ പോരെ, കാരുണ്യമൂർന്ന തൃക്കണ്ണുകളെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കോളൂ. അവിടുത്തെ ആ കാതുകളിൽ തൂക്കുന്നതായിരിക്കുന്ന ആ അതിസുന്ദരമായിരിക്കുന്ന കമ്മലുകള്, അതൊക്കെ ഒന്ന് ധ്യാനിച്ചു നോക്കിക്കോളൂ. ചിന്താകലോല മുക്താ ഫലാന്വിത, ദ്രൈവേയ ചിന്താകലോല മുക്താ ഫലാന്വിത. ലളിതാ സഹസ്രനാമത്തിൽ കാണാം, ചിന്തകന്മാര്, ലോലന്മാര്, മുക്തന്മാര്, 3 തരത്തിലുള്ള ആളുകളാണ്.
ചിലവരെന്ത് ചെയ്യണു, ആ ഗ്രൈവേയ ചിന്താക, അമ്മയുടെ മനോഹരമായിരിക്കുന്ന കഴുത്തിനെ ധ്യാനിക്കണു. എന്തിനെ കഴുത്തിനെ ധ്യാനിക്കുന്നത്? മനോഹരമാണ് അമ്മയുടെ കഴുത്ത്. അതിലങ്ങനെ ആ കണ്ഠാഭരണം, മഹാദേവൻ ചാർത്തി കൊടുത്തതായിരിക്കുന്ന താലി ഇങ്ങനെ ആ കഴുത്തിൽ ഇങ്ങനെ മിന്നി തിളങ്ങുമ്പോ അതൊരു ഭംഗിയാണെന്ന് കണക്കില്ലാന്ന്. അമ്മയുടെ ആ കണ്ഠം കാണാൻ വേണ്ടിയിട്ടാണ് മഹാദേവനോട് കൂടി, മഹാദേവൻ ചാർത്തിയതായിരിക്കുന്ന ആ താലിയോട് കൂടിയിരിക്കുന്ന അമ്മയുടെ ആ ഗ്രൈവേ ചിന്ത, അതൊന്ന് ചിന്തിച്ചാൽ മതി എന്നാണ്. ചില ആളുകൾ എന്ത് ചെയ്യണു, അതിനൊന്നും ധ്യാനിക്കാൻ ഇഷ്ടമില്ല. ലോലന്മാരായിട്ടുള്ള ആളുകൾ ഒരല്പനേരം ഒരു നിമിഷം ഒന്ന് കണ്ടു നിൽക്കും, അടുത്ത നിമിഷമേ അത് മറന്നുപോകും. നമ്മളെപ്പോലുള്ളവരൊക്കെ അതാണ്. അതുകൊണ്ട് അമ്മയുടെ വല്ല ഫോട്ടോയും കിട്ടുമോ എന്ന് അന്വേഷിക്കുക. കാരണം എന്താണെന്നറിയോ, അത് വച്ചാലും നമ്മുടെ ഉള്ളിൽ നിൽക്കില്ല. അപ്പൊ പിന്നെ എന്ത് പ്രയോജനം? അതാണ് ലോലന്മാര്. ചില ആൾക്കാർ അങ്ങനെയല്ല, മുക്തന്മാര്. ഗ്രൈവേയ ചിന്താകലോല മുക്ത ഫലാന്വിത. ചിലവർ മുക്തി നേടണം. അമ്മ, ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിനെ ഒന്ന് മോചിപ്പിച്ചിട്ട് നിന്റെ ശ്രീപാദത്തിലേക്ക് ആയിത്തീരണേ എന്ന് മോഹിക്കുന്നവര്, അങ്ങനെയുള്ള മുക്തന്മാരായിട്ടുള്ളവര്, എല്ലാവർക്കും ഒരേപോലെ ഫലത്തിനെ കൊടുക്കാൻ അതിന് കഴിവുള്ള ആളാണ് ജഗദംബിയ. അതുകൊണ്ട് ഇവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു, ആ സ്വരൂപത്തിനെ ധ്യാനിക്കൂ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് രൂപമാണോ അതിനെ ധ്യാനിക്കൂ എന്നാണ്. അത് ഏത് രൂപമാവാം. ഇനി ഭഗവാനെ വേണമെന്നില്ല, ഭഗവതി ആവാം. ചിലവർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലവർക്ക് ഇഷ്ടം കൃഷ്ണനോടായിരിക്കും, ചിലവർക്ക് ഗണപതിയോടായിരിക്കും, ചിലവർക്ക് വിഷ്ണുവിനെ ആയിരിക്കും, ചിലവർക്ക് അയ്യപ്പനോടാണ് ഇഷ്ടം കൂടുതൽ. ആയിക്കോട്ടെ, ഏത് രൂപമാണോ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിനെ എന്ത് വേണം? പാദാതികേശം കേശാദിപാദം ധ്യാനിച്ച് മനസ്സിലെ ഉറപ്പിക്കണം അമ്മ എന്ന് പറഞ്ഞു. ഉറപ്പിക്കുക മാത്രമല്ല, ആ ഭഗവതിയിൽ, ആ ഭഗവാനിൽ എങ്ങനെയുള്ള ഭക്തി നമുക്ക് ഉണ്ടാവണം? അതില് നിർഗുണമായിരിക്കുന്ന ഭക്തി ഉണ്ടാവണം. ഒന്നും മോഹിക്കാത്തതായിരിക്കുന്ന നിഷ്കാമമായിരിക്കുന്ന ഭക്തി. നമ്മൾ എന്തിനാ ആയിരക്കണക്കിന് ആളുകളല്ലേ അമ്മയെ കാണാൻ വരുന്നത്? എത്രയോ ദൂരെ നിന്ന് വന്നിരിക്കണു ആളുകളെല്ലാം. എന്തിനാ അമ്മയെ കാണുന്നത്? ഒന്ന് കണ്ടാലേ മതി, എൻ്റെ ദുരിതങ്ങളൊക്കെ പോയി മറയും. ദുഃഖദാരിദ്ര്യഹരണം ശ്രീഹരേ ദർശനം കുരു. ദുഃഖദാരിദ്ര്യങ്ങളൊക്കെ ഒരു നിമിഷം, അല്പനേരം, ഒരു മിനിറ്റേ കണ്ടാൽ മതി അമ്മയുടെ തിരുമുഖം. ആ നടക്കെ പോയി നിന്നാലേ മതി, നമ്മുടെ ദുരിതങ്ങളൊക്കെ തീർന്നു പോണു, ദുഃഖങ്ങളൊക്കെ അറുതി ഉണ്ടാവണു. കാരണം അമ്മ തന്നെ ആരാണ്? ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമൽ സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്യത. ചിദഗ്നികുണ്ഡ സംഭൂത, നമ്മുടെ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ജ്വലിച്ചു വന്നിരിക്കുന്ന ആളാണ്. നമ്മുടെ എല്ലാം ഹൃദയനിവാസിനിയാണ് അമ്മ. ആ അമ്മയുടെ സ്വരൂപത്തിനെ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കണ്ടാലേ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖദാരിദ്ര്യങ്ങൾ ഇല്ലാതെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓടി വന്നിരിക്കുന്നത്. ഒരല്പനേരം നിന്റെ അടുത്തൊന്നിരിക്കട്ടെ അമ്മ, ഈ മതുക്കകത്ത് ഇരുന്നാലേ മതി, നിന്നെ ഒന്ന് കണ്ടാലേ മതി. അത് മോഹിച്ചു വരില്ലേ? അപ്പോ എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ വേണ്ട. നാമം ജപിച്ചുകൊണ്ട് അമ്മയെ പ്രദക്ഷിണം വയ്ക്കുക, അവിടത്തെ ഒന്ന് നമസ്കരിക്കുക. അതുകൊണ്ട് എന്താണോ നമുക്ക് തരേണ്ടത് അതെല്ലാം വാരി വാരി തരാൻ, അതിനെല്ലാം എടുക്കണ്ട അവിടത്തേക്ക്. വാഞ്ചിതാർത്ഥ ഫലപ്രദ, നമ്മൾ ചോദിക്കാതെ കൊണ്ട് തന്നെ വേണ്ടതൊക്കെ നമുക്ക് തരാൻ ഈശ്വരന് കഴിവുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. പിന്നെ എന്ത് വേണം? അമ്മയുടെ രൂപം നമ്മൾ കണ്ടു, കുറേ വർഷങ്ങളായി കാണുന്നു. എത്ര പ്രായമായി? ഇപ്പോൾ 80 വയസ്സായി, 90 വയസ്സായി. 90 വയസ്സ് വരെ ചോറ്റാനിക്കരമ്മ ഇങ്ങനെ വന്ന് തൊഴുതു പോവത്ര. എല്ലാ മാസവും വന്ന് തൊഴുതു പോയിട്ടും ഇപ്പോഴും അമ്മ ഉള്ളിലുണ്ടോയെന്ന് ചോദിച്ചാൽ അമ്മ ഉള്ളിലൊന്നുമില്ല. അമ്മ ചോറ്റാനിക്കരയിരിക്കണു, ഞാൻ വീട്ടിലിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഭാവം മാറണമെന്നാണ്. പിന്നെ 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 ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല, നമ്മുടെ ഹൃദയത്തിലെ കാണാറാവണം എന്ന് പറഞ്ഞു തരാം. ഭാഗവതം വായിക്കുന്നതിനൊരു സമയമുണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ ഈ ഭാഗവതത്തിൽ നിന്ന് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പായാൽ പിന്നെ ഭാഗവതത്തിനെ ഉപേക്ഷിക്കാറാവണം. അതാ നമുക്ക് കാണിച്ചു തരാം. ഓരോന്നും അങ്ങനെ തന്നെയാണ്. അരി എടുത്തു കഴിഞ്ഞാൽ നെല്ലിനെ ഉപേക്ഷിക്കണത് പോലെ, കരിമ്പിൽ നിന്ന് നീരെടുത്താൽ അതിന്റെ ചണ്ടി ഉപേക്ഷിക്കണത് പോലെ, ഇതെല്ലാം നമുക്ക് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ പടികളാണ്. ആ സ്റ്റെപ്പുകൾ കയറി 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 നമ്മളിതാ അവിടത്തേക്ക് എത്തണം. എന്താ അവിടത്തേക്ക് എത്തുക? സോഹം, ആ ഭാവത്തിലേക്ക്, സ അഹം, ആ ഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അതില്ലാത്തവരെന്ത് ചെയ്യണോ? കർമ്മഗതിയിൽ പെട്ട്
പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള മട്ടില് വീണ്ടും 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 ദുഃഖങ്ങൾ അനുഭവിക്കണു. നമ്മളൊക്കെ അങ്ങനെയുള്ളവരല്ലേ? എത്രയാ ദുഃഖങ്ങൾ അനുഭവിക്കണത്? വീണ്ടും ജനിക്കുക, വീണ്ടും പിറക്കുക, ഇത് തന്നെ മരിക്കുക, മരണദുഃഖം അനുഭവിക്കണു. നമ്മള് ജനിച്ചാ സുഖാണോ? സുഖമൊന്നുമില്ല. 10 മാസം അമ്മയുടെ വയറ്റിൽ കിടക്കാന്ന് പറഞ്ഞാൽ ഇവിടെ കപിലമൂർത്തി പറഞ്ഞു കൊടുക്കണം, അമ്മ എത്രമാത്രം ദുഃഖാണ്. നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞായിട്ടിരിക്കാൻ എന്ത് രസമാണെന്ന് വിചാരിക്കും. കുഞ്ഞുങ്ങൾ അനുഭവിക്കണ ദുഃഖം അതുങ്ങൾക്കേ അറിയുള്ളൂ. മലമൂത്രങ്ങളിലുള്ള കിടപ്പ്, കൃമികടികളെ ഏറ്റുകൊണ്ട് എത്രമാത്രം വിഷമിക്കണു. ഉറക്കെ കരയാനല്ലാതെ കണ്ട് അവർക്ക് ഒന്നും പിണ്ടാൻ പറ്റാതെ ഓടി നടക്കാൻ പറ്റാതെ കണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ചോളൂ. അമ്മ കൊടുക്കേണ്ടത് കഴിക്കണം, അമ്മയ്ക്ക് തന്നെ എന്തേ കൊടുക്കേണ്ടത് എന്ന് അറിയില്ലാതെ കണ്ടാവുന്നൊക്കെയാണ്. അങ്ങനെ എന്തൊക്കെയോ കൊടുക്കണു, എന്തൊക്കെയോ ചെയ്യണു. അതൊക്കെ അനുഭവിച്ചിട്ട് ആ കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും പിന്നെ ശിക്ഷകളായി അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നടക്കരുത്, ഇങ്ങോട്ട് നടക്കരുത്, അത് തുടരുത്, എന്തെല്ലാം അല്ലേ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് എത്രമാത്രം ബന്ധനങ്ങളാന്ന് ആലോചിച്ചോളൂ. സ്നേഹമാണെങ്കിലോ വാരിയെടുത്ത് ഉമ്മ വയ്ക്കണം. കുട്ടികളെ എല്ലാവരും എടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ കുഞ്ഞനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ഇതെന്തിനാണാവോ എന്നെ ഇപ്പൊ ഇങ്ങനെ പീച്ചി കുഴക്കണത്? കുഞ്ഞിനറിയില്ലല്ലോ. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ സുഖത്തിന്, നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ ഉമ്മ വയ്ക്കണതും നെഞ്ചോട് ചേർക്കുന്നതും ഒക്കെ. ആ കുഞ്ഞനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും അത് നമ്മൾ അറിയാറില്ല. ചിലപ്പോൾ പല കുഞ്ഞുങ്ങൾ ഉറക്കനെ കഴിയും, ചിലപ്പോൾ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞ് സഹിക്കണതൊക്കെയാണ് ആ കുഞ്ഞനുഭവിക്കുന്ന വേദനകൾ. ഇനി കുടുംബത്തിലിരുന്ന വേദന അനുഭവിക്കണു, ഇനി ക്ലാസ്സിലേക്ക് വിട്ടാലോ? അതും സുഖാണോ? ഒരു ബാഗും തോളത്തിട്ട് കുഞ്ഞുങ്ങളങ്ങനെ നേരം വെളിച്ചാവുമ്പോൾ വണ്ടിയിൽ അങ്ങോട്ട് കയറ്റി വിട്ടാൽ വണ്ടി എന്ത് ചെയ്യണോ? ചോറ്റാനിക്കര പഞ്ചായത്തും മുളന്തുരി പഞ്ചായത്തും ഒക്കെ കറങ്ങിയിട്ടാണ് അത്ര വരിക സ്കൂളിലെത്തുക. ഇവിടെ അടുത്തുള്ള സ്കൂളാണ്. ആ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ആ കുഞ്ഞ് ആകെ തളരും. വൈകുന്നേരം വന്നാൽ പിന്നെ വല്ല ഗുണമുണ്ടോ? ഗുണമൊന്നുമില്ല. അത്ര നോക്കിയിരിക്കുകയാണ്. ട്യൂഷൻ ടീച്ചർമാർ നോക്കിയിരിക്കണു, വയലിൻ ക്ലാസ്സിൽ വിടണം, മൃദംഗത്തിന് വിടണം, ഇതൊക്കെ കാര്യങ്ങളാണ്. ഡാൻസ് പഠിക്കണം, കരാട്ടെ പഠിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം രാത്രി 11 മണിയാകുമ്പോൾ കുട്ടിക്ക് ഉറങ്ങാൻ. കളിക്കാൻ സമയമില്ല, കഴിക്കാൻ സമയമില്ല, ശകാരങ്ങൾ വേറെ, തല്ലുകൊള്ളല്. അപ്പോൾ കുട്ടിക്കാലത്ത് എന്തേ സുഖമുള്ളത്? കളിക്കാൻ പോലും മനസ്സില്ലാതെ കൊണ്ട് കുഞ്ഞുങ്ങളുടെ. ഇനി ചെറുപ്പത്തിലേക്ക് വന്നാൽ സുഖമുണ്ടോ? അതും സുഖമില്ല, അപ്പോഴും ദുഃഖം തന്നെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, 100 വയസ്സ് ആയുസ്സുണ്ടെങ്കിൽ അതിനെ 5ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടെന്നാണ്. ആദ്യത്തെ 20 വയസ്സ് വരെ കുരങ്ങനെ പോലെയാണ്, ഒരിടത്ത് ഉറച്ചിരിക്കാത്ത പ്രകൃതം, ചാടി 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 നടക്കുന്ന ഒരു പ്രകൃതം. എവിടേക്കാ ഓടി നടക്കണ്ടേന്ന് അറിഞ്ഞൂടാ. സ്വസ്ഥമായിട്ട് ഇരിക്കാത്തൊരു പ്രായം 20 വയസ്സ് വരെ. 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 40 വയസ്സ് വരെ അതിൻ്റെ ഇടയിൽ കല്യാണമൊക്കെ കഴിയും. പിന്നെ എന്തായിട്ട് മാറും? പിന്നെ ആ കുതിരയെ പോലെ എന്നാണ്, നല്ല ഫോഴ്സ് പവർ, എന്തെന്നില്ലാത്ത ശക്തി, എന്തും ചെയ്യാനുള്ള മിടുക്ക്. 40 വയസ്സ് കഴിഞ്ഞാൽ 60 വയസ്സ് വരെ പിന്നത്തെ കഥയാണ് കഴുതയെ പോലെ എന്നാണ്. ചുമക്കുകയാണ് അത്ര. ആർക്കോ വേണ്ടി കഴുതയെ പോലെ ഇങ്ങനെ ചുമക്കണം. എന്തിനു വേണ്ടിയിട്ടാ? കുടുംബഭരണമാണ് അത്ര, അതിൻ്റെ പേരാണ്. കുടുംബഭരണം തലയിൽ വെച്ചുകൊണ്ട് നടക്കണം. 60 വയസ്സായാൽ പിന്നത്തെ കഥയൊക്കെ കഷ്ടാവും. പിന്നെ എന്തായി? മക്കളൊക്കെ പോയി, മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് തീർന്നു. പിന്നെ എന്താ? കൂമനും കൂമത്തി എന്ന് പറയും ദേവി ഭാഗവതം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക കുടുംബത്തിൽ. നമ്മളൊക്കെ വയസ്സായവർക്ക് പിന്നെ എന്തേ പണി? കുറേ നേരം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാം, കുറേ നേരം TV കാണാം, പേപ്പർ തിരിച്ചും മറിച്ചും തല കുത്തിയൊക്കെ വായിക്കും. വായിച്ച് ഇനി അതിനകത്ത് എഴുതാനുള്ളതൊന്നുമില്ല. വായിക്കാനൊക്കെ ഇന്നലത്തെയും കൂടെ എടുത്ത് ഒന്നുകൂടെ വായിക്കും, ഇനി ഉറപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ 80 വയസ്സ് വരെ ഈ കാവൽ നായെ പോലെയുള്ള ജീവിതം. 80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ എന്താണ്? മലമ്പാമ്പിനെ പോലെ നിന്ന്. അല്പാഹാരോ അല്പചേഷ്ടിത. നന്നായിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ മോഹമുണ്ട്, പക്ഷേ മക്കൾ സമ്മതിക്കില്ല. അതിനൊന്നും കഴിക്കണ്ടെന്ന് പറയാത്ത. കൂടുതലൊക്കെ കഴിച്ച് വല്ല അപകടം എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോകേണ്ട ആശുപത്രിയിലേക്ക്, കഴിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. എന്നിട്ടും നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു സുഖം ഉണ്ടാവും. പറയണു ഭാഗവതം, പിന്നെയും ജനിക്കേണ്ടതായിട്ട് വന്നു. എത്ര കൃമികീടങ്ങളായിട്ട് 84 ലക്ഷം ജീവരാശികളായിട്ട് ജനിച്ചു മരിച്ച് അവസാനം കിട്ടണതാണ് ഈ മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണില്ല? വേണ്ട മാതിരി നമ്മുടെ ബുദ്ധിയെയും വാക്കിനെയും മനസ്സിനെയും നമ്മുടെ ജീവിതത്തിനെയും കൊണ്ടുപോകണില്ല എന്നാണ്. ഇതെല്ലാം വെറുതെ അലസമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. മണിതാ 12:30 ആയി കഴിഞ്ഞിരിക്കുന്നു. എത്ര പെട്ടെന്ന്, എത്ര സമയം പോയി കിട്ടിയില്ലേ നമുക്ക്, അല്ലേ? ഇനി എത്ര സമയമുണ്ട് നമുക്കറിയില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 1 മണിക്ക് എന്ന് വിചാരിച്ചായിരിക്കാം. 1 മണി വരെ നമ്മൾ ഉണ്ടോ എന്ന് ആർക്കറിയാം.
അത് നമുക്കറിയില്ല. നമ്മുടെ ധാരണയാണ്. ഓരോ നിമിഷവും പോയ സമയങ്ങളൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടാതെ കണ്ട് അതങ്ങനെ അഗാധമായി കടലിലേക്ക് വലിച്ചെറിയണത് പോലെ പോയി കഴിഞ്ഞിരിക്കണം. ഒരു നിമിഷം പോലും നമുക്ക് തിരിച്ചു കിട്ടുമോ? നമുക്ക് രാവിലത്തെ സമയത്തിലേക്ക് ഒന്നും കൂടെ പോകാൻ പറ്റുമോ? അത്രയും നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കാം. ആ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നേരം വെളിച്ചാകുമ്പോൾ വിടർന്നു നിൽക്കുന്ന റോസാപ്പൂവിനെ നമ്മൾ കാണാറുണ്ട്. എന്തൊരു ഭംഗിയാ! അത് അല്പേ വിടർന്നിട്ടുണ്ടാവുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് നന്നായിട്ട് വിടർന്നിട്ടുണ്ടാവും. നമ്മളങ്ങനെ നോക്കി നിൽക്കും, കുറെ ഫോട്ടോ ഒക്കെ എടുക്കും. എന്തൊരു ഭംഗിയായി അതിനെ കാണാൻ. നമ്മുടെ ചട്ടിയിൽ ആദ്യമായിട്ടുണ്ടായതാണ്. കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കും. അത് കഴിയുമ്പോൾ എന്തുണ്ടാവുന്നറിയോ? ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ പതുക്കെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴേക്കും അതിലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കോല് മാത്രമാവും. അല്ലേ? നമ്മൾ കാണാറില്ലേ? ഇതാണ് നമ്മുടെ ജീവിതാവസ്ഥ. ഒരു മിന്നൽ പോലെ എന്നാണ് സജ്ജനങ്ങൾ പറയാം. നമ്മുടെ സുഖങ്ങള്, നമ്മുടെ ആരോഗ്യം, നമ്മൾ നേടുന്ന ആനന്ദമൊക്കെ മിന്നൽപ്പെട പോലെയാണ്. ഒന്നും മിന്നിട്ട് പോകുന്നല്ലാതെ കണ്ട് ഇതെല്ലാം അസ്ഥിരമാണ്. ഒരിക്കലും ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് കിട്ടിയ ജീവിതത്തിനെ നമ്മൾ എന്ത് വേണം? ആനന്ദപ്രദമാക്കി മാറ്റണം. അതിനെ വേണ്ട മാതിരിയാക്കി മാറ്റണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഓരോ നിമിഷവും വളരെ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാവണം. അതിനാണ് സർവത്ര ഈശ്വര ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, എല്ലാവർക്കും വേണ്ടി സേവിക്കാൻ കഴിയണം. അതാണ് ഭാഗവതന്റെ വാക്ക്. അല്ലാതെ കണ്ട് നമ്മൾ നാമം ജപിച്ചുകൊണ്ട് മാത്രം ഇരിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈശ്വരഭാവങ്ങളായിട്ട് കാണാറാവണം. മനുഷ്യർ മാത്രമാണോ? അതല്ല. ഒരു കൊതുക് വന്നിരുന്നാൽ പതുക്കെ അതിനെ തട്ടിക്കളയാൻ സാധിക്കണം. നമ്മളങ്ങനെയല്ല. നാരായണൻ ഒറ്റ ഇട്ട് കൊടുക്കും. അതിനെ നമ്മൾ കാലപുരിക്കയക്കും. എന്നിട്ടാണ് നമ്മൾ ഇരിക്കുക. പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ ശരിയാവും? നമ്മൾ ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ളോരനുകമ്പയും സദാ. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നതാ. ഒരു ഉമ്പിന് പോലും നമ്മൾ മുഖാന്തരം ഒരു പീഡ ഉണ്ടാവരുത് എന്ന് നമ്മൾ മോഹിക്കണം. ആർക്കെങ്കിലും ഒരു പീഡ നമ്മൾ കൊടുത്തു എന്ന് വരട്ടെ, അതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കണത് അതാണ് നമ്മൾ തിരിച്ചനുഭവിക്കുക. അല്ലേ? എപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കണം എന്നാണ്. നമ്മളിൽ നിന്ന് കീഴ്പോട്ടേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മളെയൊക്കെ താഴെ കിടക്കുന്ന എത്രയോ ആളുകൾ ആഹാരമില്ലാതെ കണ്ട്, കിടക്കാൻ വഴിയില്ലാതെ കണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അല്ല, എറണാകുളത്ത് അങ്ങനെ കണ്ടു. ആ ഫുട്പാത്തിൽ കിടക്കണം. അത്ര വെളുപ്പാങ്കാലത്ത് ഞാൻ എറണാകുളത്തെ പറ്റി തൊഴാൻ പോകുമ്പോൾ ആളിങ്ങനെ മൂടി പൊതിച്ച് കിടക്കുക. പാവം കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ AC മുറിയിലാണ് അത്ര കിടന്നത്. അത് കിടക്കുന്ന ഫുട്പാത്തിൽ കൊതുക് കടിക്കാണ്ടിരിക്കാൻ അത്രയും മൂടി പൊതിച്ച് പാവം കിടക്കണ കണ്ടപ്പോൾ ഇതൊക്കെ നമ്മുടെ അവസ്ഥകളല്ലേ? നാളെ നമ്മൾ ഇങ്ങനെ ആവില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ നമ്മുടെ ധാരണ എന്താ? എനിക്ക് സുഖങ്ങളൊക്കെ ഞാൻ നേടി, ഞാൻ കേമനാണെന്ന് വിചാരിക്കണം. അന്ന് കീഴ്പോട്ടേക്ക് നോക്കുമ്പോഴാണ് അറിയാം നമുക്ക് ഭഗവാൻ തന്നതായിരിക്കുന്ന അനുഗ്രഹം എത്രയാ. ബന്ധുമിത്രാദികളോടുകൂടി, മക്കളോടുകൂടി, ഭാര്യയോടുകൂടി, ഭർത്താവിനോടുകൂടി 4 നേരം ആഹാരം കഴിച്ച് നല്ല ബെഡിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കണമെങ്കിൽ അതല്ലേ ഭഗവാന്റെ അനുഗ്രഹം. നമുക്ക് എത്രയോ പുണ്യം ചെയ്തു. നമുക്ക് കണ്ണ് കാണാം, നമുക്ക് ചെവിട് കേൾക്കാം, നമുക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് നടന്നു പോവാം, നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയെ തന്നിട്ടുണ്ട്, നല്ല മനസ്സിനെ തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകളെ നമുക്ക് കാണാം. പണ്ട് കാലത്ത് ഈ മഴക്കാലത്ത് നടന്ന ആളുകൾ അങ്ങനെയല്ലായിരുന്നോ? എത്രയോ ആളുകൾ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരായിട്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാ. അവരൊക്കെ എത്രയോ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ഭൂമി വിട്ടു പോയതെന്ന് ആലോചിച്ചോളൂ. അപ്പൊ നമുക്ക് കിട്ടിയതെല്ലാം എത്രയോ സൗഭാഗ്യമാണ്. ഈ ജഗദമ്പിയെ നമുക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് ഞാൻ കണ്ണ് തരണു, നിനക്ക് ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ കഴിവ് തരണു, നന്നായിട്ട് കേൾക്കാൻ നല്ല മനസ്സ്, നല്ല ബുദ്ധി, എല്ലാം, കൈകാലുകൾക്ക് ബലം എല്ലാം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടല്ലോ. എന്തേ നീ എന്നെ ഒന്ന് സ്നേഹിക്കാത്തത്? എന്തേ എൻ്റെ മനസ്സുകൊണ്ട് നീ അമ്മാന്നൊന്ന് വിളിക്കാത്തത്? അതാണ് ഭാഗവതന്റെ ഭാവം. ഒന്ന് മനസ്സ് ചുട്ട് എപ്പോഴെങ്കിലും അമ്മാന്ന് ഒരു വിളി മതി ചോട്ടാനിഗ്രമേ. അമ്മ എത്ര പെട്ടെന്ന് നമ്മളെ വന്ന് തഴുകാന്നറിയോ, നമ്മളെ തലോടാന്നറിയോ. ദുഃഖങ്ങൾ എത്രയുണ്ടോ ആ ദുഃഖങ്ങളൊക്കെ മാറിക്കളയാൻ ആ ഒരൊറ്റ വിളി മതി. നാവൊന്നും വേണ്ടു. ഹരിനാരായണായ നമ. എത്ര രൂപ ഭണ്ണാട്ടിലിട്ടു, എത്ര വഴിപാട് കഴിച്ചു, എത്ര പ്രദക്ഷിണം വെച്ചു എന്നുള്ളതല്ല. അമ്മ നോക്കണതെല്ലാം നീ നിന്റെ മനസ്സോടുകൂടി, സ്നേഹത്തോടുകൂടി അമ്മാന്ന് എപ്പോഴെങ്കിലും നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? അത് മാത്രമേ നോക്കുള്ളൂ അമ്മ, മറ്റൊന്നും നോക്കില്ല. നീ ഏത് കുലത്തിലാ ജനിച്ചത്, നിനക്ക് എത്ര ധനമുണ്ട്, മന്യേധനാപിചനരൂപ തപശ്രുതൗചസ്തേജ പ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗ.
പ്രഹ്ലാദൻ പറഞ്ഞു, അമ്മ കണ്ണ, നല്ല ധനമുണ്ടത്രേ, നല്ല ആഭിജാത്യമുണ്ട്, നല്ല കുടുംബത്തിലാ ജനിച്ചത്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ ഈ നാട്ടിലെ പ്രമാണിയാണ്, തന്ത്രിയാണെന്ന് പറഞ്ഞാലൊന്നും ആരാധനായ ഇതുകൊണ്ടൊന്നും നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നീ സന്തോഷിക്കാൻ എന്ത് വേണം? ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജ യൂഥപായ. ഭക്തി കൊണ്ടല്ലാതെ കണ്ട് ഒരിക്കലും ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. എന്തെല്ലാം യോഗ്യതകളുണ്ട് എന്ന് പറഞ്ഞാലും, എത്ര ആഭരണം ധരിച്ചിട്ടുണ്ട്, ഏത് പട്ടുവസ്ത്രം ധരിച്ചാൽ നീ വന്നിരിക്കണത്, ഏത് കുളത്തിൽ നിന്നാ വരണത്, ഏത് നാട്ടിൽ നിന്നാ വരണത്, ഇതൊന്നും അമ്മ നോക്കില്ല. അമ്മ നോക്കണ എന്താണെന്നറിയോ? നിന്റെ മനസ്സ് എന്നിൽ വെച്ചിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി അമ്മേന്നൊന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അമ്മ അത് മാത്രമേ നോക്കുള്ളൂ. എപ്പോഴും നമ്മുടെ ഉള്ളില് ഈ കരുതലുണ്ടാവണം. എത്രയോ നേരം ക്യൂ നിന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തണത് എന്തിനു വേണ്ടിയിട്ടാ? ആ കണ്ണന്റെ പുഞ്ചിരി എന്ന് കണ്ടാലേ മതി. പ്രശാന്തി ചാർത്തി വെച്ചിരിക്കുന്ന ഗുരുവായൂരപ്പനെ പുഞ്ചിരിക്കുന്ന ആ തിരുമുഖം ഒന്ന് കാണുമ്പോ 4.5 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് വരുന്നവരൊക്കെ എന്ത് ചെയ്യണു? ആ രൂപം ഒന്ന് കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത്രയും നേരം അനുഭവിച്ച ക്ലേശങ്ങളൊക്കെ നേരം കൊണ്ട് മറന്നു പോണു അല്ലേ? നമ്മൾ അനുഭവിക്കണില്ലേ? ഇത് തന്നെയാണ്. മകം തൊഴാൻ എത്രയാ ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുക എല്ലായിടത്തും. എത്ര നേരമായി, നേരം വെളിച്ചാകുമ്പോൾ തുടങ്ങി ക്യൂ നിൽക്കുന്ന ആളുകളാ. വിശന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ആ നട തുറക്കുമ്പോ ഇന്ന് അമ്മയെ കണ്ടാ മതി. അത്രയും നേരം ക്യൂ നിന്നതും കഷ്ടപ്പെട്ടതും ഇരിക്കാൻ പറ്റാതെ കണ്ട് നിന്നതും ഒക്കെ അമ്മ അങ്ങോട്ട് കാണുന്ന നിമിഷം നമുക്ക് ഇല്ലാതെ കണ്ടാവണം. എന്തുകൊണ്ടാണെന്നറിയോ? ആ കാരുണ്യ ഗംഗ നമ്മളിലേക്ക് ഒഴുകി ഒഴുകി വരണം. ഇത് സദാ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് മതി? നാവൊന്നു വേണ്ടു. ഹരിനാരായണായ നമ. ഋതുവായ പെണ്ണിനുമിരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാക്കും ഉടനരുതാത്തതല്ല. ഹരിനാരായണായ നമ. വാർദ്ധക്യം വന്നെത്തി, വ്യാധിയും വന്നെത്തി, ചിത്തത്തിലത്തലുമേറിയല്ലോ. വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിയിട്ടു ആകുലമാക്കുന്നു മാനസത്തെ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. നമ്മളൊക്കെ അങ്ങനെയുള്ളവരല്ലേ? വാർദ്ധക്യം വന്നെത്തി, വ്യാധിയും ആധിയും കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും രോഗങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു, മനസ്സെത്രയോ തളരണു. ആ സമയത്തൊക്കെ നമുക്ക് എന്ത് വേണം? ഈശ്വരനോട് കൂടി ചേർന്ന് നിൽക്കാവണം. ആ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട്, കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് 10 മിനിറ്റ് നാമം ജപിച്ചാൽ മതി എന്നാണ്. 24 മണിക്കൂറില്ലേ നമുക്ക്? അതിലൊരു 10 മിനിറ്റ് ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടിയിട്ട് അല്ലേ? എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് നാമം ജപിച്ച് നോക്കിക്കോളൂ. അപ്പം അറിയാം ആ അമ്മയുടെ ആ സാമീപ്യം നമ്മൾ അനുഭവിക്കും. ഗുരുവായൂരപ്പൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കും. ഇവിടെ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അമ്മ എന്ത് ചെയ്തു? കുറച്ചു കാലവും കൂടി ആ കപിലമൂർത്തിയുടെ തിരുമുഖത്തിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, അവിടുത്തെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു ദിവസം ആ ശരീരവും കൂടി ഒരു തീർത്ഥമായിട്ട് ഒഴുകി. ആ ജീവൻ എപ്പോഴോ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ചേർന്നു. നമ്മളോടും ഭാഗവതം പറഞ്ഞു, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളും ഓരോ ദിവസം കഴിയും തോറും ഇതേപോലെ ജീവിതത്തിന്റെ അസ്ഥിരത മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ അമ്മയുടെ ശ്രീപാദത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃതീയ സ്കന്ധം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ചൗഥ സ്കന്ധത്തില് ആകൂതിയെ രുചി പ്രജാപതിക്കും അതേപോലെ പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കായിട്ടും വിവാഹം കഴിച്ചു കൊടുത്തു. അതിലാണ് ദക്ഷന് 16 പെൺകുട്ടികളുണ്ടായി. അതിലാണ് ധർമ്മദേവന് മൂർത്തി എന്ന പത്നിയില് നരനാരായണ മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞു. പിന്നീടാണ് ആ ബാക്കി 2 കുട്ടികളെ, ഒരാളെ പിതൃക്കൾക്കും ഒരാളെ അഗ്നിദേവനും ഒരാളെ മഹാദേവനുമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. ആ വംശത്തിനെ പറയുമ്പോഴാണ് മഹാദേവന് സതിയിൽ മക്കളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സതി ദേഹത്യാഗം ചെയ്തു എന്ന് ചുരുക്കിയിട്ട് അങ്ങനെ പറഞ്ഞു.
എന്തിനാ ഇതൊക്കെ ചുരുക്കി പറഞ്ഞതെന്നറിയോ? കഥ കേൾക്കാൻ, ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കാൻ, മഹാദേവന്റെ കഥ കേൾക്കാൻ, അമ്മയുടെ കഥ കേൾക്കാൻ നമുക്ക് എന്ത് വേണം? കഥാരുചി ഉണ്ടാവണം. കഥാരുചി ഉണ്ടെങ്കിൽ മാത്രമേ കഥ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കഥ പറയും പോലെയല്ല, സിനിമാ കഥ പറയും പോലെയല്ല. ഗുരുവായൂരപ്പൻ്റെ കഥ പറയണമെങ്കിൽ അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവർക്കേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവർക്കും കൂടി ദോഷം ചെയ്യത്രേ. അതുകൊണ്ട് എന്തുണ്ടാവണു? ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇവിടതാ വിതുര മഹാശയൻ ശ്രദ്ധയോടുകൂടി ഇരുന്നുകൊണ്ട് പറഞ്ഞു, കഷ്ടം ചരാചര ഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. ആ ഈശ്വരൻ മഹാദേവൻ ആരാണ്? കഷ്ടം ചരാചര ഗുരും നിർവൈരം ശാന്തവിഗ്രഹം. നമ്മളൊക്കെ അദ്ദേഹത്തിനെ പറയാം ഭയങ്കരനാണ് അത്ര മഹാദേവൻ, പെട്ടെന്ന് ആ ശുണ്ഠി വരാന്നൊക്കെ പറയാം. ഭാഗവതം പറഞ്ഞു നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം. ആത്മാരാമനാണ്, സ്വയം തന്നെ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആ മഹാദേവൻ. ആ മഹാദേവനെയാണ് നമ്മൾ വേണ്ടാത്തതൊക്കെ പറയാം. അയാൾ എന്തൊരു സാധന, നോക്കിയാൽ മതി, എത്ര ആ കണ്ണങ്ങോട്ട് തുറന്നാൽ നമ്മൾ ഇല്ലാണ്ടാവും. ഇങ്ങനെയൊക്കെ പറയും നമ്മൾ. ഭാഗവതം പറയണു ഇത്രയും ശാന്തവിഗ്രഹമായിട്ട്, ഇത്രയും സുന്ദരനായിട്ട് ഒരു രൂപം ഉണ്ടോന്നാണ് ലോകത്തില്. അത്രയും സുന്ദരമായിരിക്കുന്ന മഹാദേവൻ എന്ത് ചെയ്യണു? അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നതായിരിക്കുന്ന സതീദേവിക്ക് ദുഃഖം വരണമെങ്കിൽ അതിന്റെ കാരണം അറിയണമല്ലോ. ദക്ഷൻ എന്ന വൈഷ്ണവന് ശിവനോട് ദേഷ്യം വന്നു സ്വാഭാവികമാണ്. പണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ഭാരതഭൂമിയിൽ. വൈഷ്ണവര്, ശൈവര്, ശാക്തേയര് ഇപ്പോഴും ഉണ്ട്. ഗാണപത്യക്കാര്, ഉപാസകന്മാര്, ബൗദ്ധന്മാര്, ജൈനന്മാര്, എത്ര 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 വർഗങ്ങളാണ്. ഇതെല്ലാം ചെന്നെത്തുന്നത് ഒരിടത്തേക്ക് തന്നെയാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അത് നമുക്ക് ഓർമ്മയില്ല എന്നാണ്. ആരെ ഭജിച്ചാലും, അവിടെ ഇരിക്കുന്ന മഹാദേവനെ ഭജിച്ചാലും, അപ്പുറത്തിരിക്കുന്ന ജ്യേഷ്ഠാ ഭഗവതിയെ ഭജിച്ചാലും, ആരെ ഭജിച്ചാലും ചെല്ലുന്നത് എവിടെയാണ്? ഒരേ ഒരു ഈശ്വരങ്കിലേക്ക് തന്നെയാണ്. ഈ ഭഗവതിയെ ഭജിച്ചാലും, താഴ്ത്തിരിക്കുന്ന ഭഗവതിയെ ഭജിച്ചാലും, ആരെ ഭജിച്ചാലും, ആരെ പോയി നമസ്കരിച്ചാലും എല്ലാം കേശവം പ്രതി ഗച്ഛതി. കേശവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ആ ബ്രഹ്മത്തിലേക്കാണ് സകല നമസ്കാരങ്ങളും സകല നാമങ്ങളും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു നാമം അറിയാതെ കണ്ടെങ്കിലും ജപിച്ചാലേ മതി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഭഗവാനിൽ ആ ദ്വൈതഭാവം വന്നു. ഭഗവതി തന്നെ രണ്ടായിട്ടല്ലേ നമുക്ക് തോന്നാം. മേൽക്കാവിലമ്മ വേറെ, കീഴ്ക്കാവിലമ്മ വേറെ, വേറെ ഏതെങ്കിലും ഭഗവതി ഉണ്ടെങ്കിൽ അതൊക്കെ വേറെ. ഇങ്ങനെ പലതായിട്ട് കാണുന്നത് തന്നെ അപകടമാണ്. പലതായിട്ട് കാണരുത്. എല്ലാത്തിനെയും ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബത ഉണ്ടാവതല്ല. ആചാര്യസ്വാമികൾ എഴുതി വെച്ചത് അങ്ങനെയാണ്. പലതായിട്ട് കാണുമ്പോൾ നമുക്ക് പല വിഷമങ്ങൾ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് വേണം? കാണുന്നതൊക്കെ ഒന്നായിട്ട് കാണാനാവണം. അതുകൊണ്ട് ഇവിടെ എന്ത് പറ്റി? അദ്ദേഹത്തിന് ദ്വൈതഭാവം വന്നു. അദ്ദേഹം ശിവന്റെ മഹാദേവന്റെ ഗുണങ്ങളാണ് പറഞ്ഞതെല്ലാം. പക്ഷെ കേട്ടു നിന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് തോന്നി അത്ര മഹാദേവനെ നിന്ദിക്കുകയെ അത് പറ്റില്ലല്ലോ. അവർ അങ്ങോട്ട് ശപിച്ചു, ഇങ്ങോട്ട് ശപിച്ചു. ഇതാണ് ഈശ്വര നിന്ദയുടെ ഗുണം. അപ്പോ അറിയാതെ കണ്ടെങ്കിലും നാവിൽ നിന്ന് ഈശ്വര നിഷേധമായിട്ടുള്ള വാക്കുകൾ വന്നാൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യുന്ന കാണിച്ചു തരിക. മഹാദേവൻ വല്ല പ്രശ്നമുണ്ടോ? അമാനീ മാനതോ മാന്യോ ലോകസ്വാമി ത്രിലോകധൃ. വഴക്ക് പറഞ്ഞാലും വഴക്ക് പറഞ്ഞില്ലെങ്കിലും, സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ഒരേപോലെ അനുഗ്രഹിക്കുന്ന മഹാദേവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അതോടുകൂടി ആ ദക്ഷൻ, വാജപേയം, അതുപോലെ തന്നെ ബൃഹസ്പതി സമമുള്ള യാഗങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചു. ലോകം മുഴുവൻ ക്ഷണിക്കുമ്പോഴും ക്ഷണിക്കാത്ത ഒരിടം മാത്രമേ ഉണ്ടായുള്ളൂ, മഹാദേവനെ മാത്രം. അതോടുകൂടി ആ സതിയുടെ സഹോദരിമാരൊക്കെ ആകാശത്തിൽ കൂടി പോകുമ്പോൾ ഒന്ന് വിളിച്ചു. സതി കൈലാസത്തിലെ മഹാദേവനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഥയമമ കഥകളതി സാദരം, എനിക്കൊന്ന് പറഞ്ഞു തരുമോ മഹാദേവ? ആ ശ്രീരാമ കഥകള്, ശ്രീകൃഷ്ണ കഥകളാകുന്ന ഭാഗവതം ഒന്ന് പാടിത്തരുമോ? ആ മഹാദേവനിൽ നിന്ന് അത് കേൾക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു മാധുര്യം അത് വേറെയാണ്. അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവി ഭഗവാന്റെ പാദങ്ങളെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ആ തിരുമുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് ആ മനസ്സിലേക്ക് തീ കോരിയിടാന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ആകാശത്തിൽ കൂടി പോകുന്നവർക്ക് അതിലെ അങ്ങോട്ട് പോയാൽ പോരെ. അവർ പറഞ്ഞു, സതീദേവി നീ വരണില്ലേ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക്? ഇതാണ് സ്ത്രീകളുടെ മനസ്സ് എന്ന് പറയാ. പെട്ടെന്ന് മാറിപ്പോ. എപ്പോഴാണ് ചഞ്ചലത്വം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം. നോക്കിയിരിക്കാലേ മനസ്സ് ചാടി ചാടി പാടി പോകുമെന്ന് പറയാം.
സകലതും മറന്ന് ആനന്ദ സമുദ്രത്തിൽ ലയിച്ചിട്ട് കൈലാസം എന്ന് പറഞ്ഞാലേ ആനന്ദമാണ്. ആ ആനന്ദ സമുദ്രത്തിലിരിക്കുന്ന ദേവിയുടെ മനസ്സിലേക്ക് അച്ഛൻ നടക്കുന്ന യാഗം നീ കേട്ടില്ല എന്നുണ്ടോ, അച്ഛന്റെ യാഗത്തിലേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും വേഗം ചാടി എഴുന്നേറ്റു. ശൃംഗാരഭാവത്തിൽ മഹാദേവന്റെ അടുത്ത് നിന്ന് നമിച്ചുകൊണ്ട് പറഞ്ഞു, മഹാദേവ ഒന്ന് പോയി വരികയല്ലേ അച്ഛൻ നടക്കുന്ന യാഗത്തിലേക്ക്. ബന്ധുസ്നേഹം എത്ര പെട്ടെന്നാ പൊട്ടിമുളച്ചത് അല്ലേ. എപ്പൊ നമുക്ക് ബന്ധുസ്നേഹം വരണോ ആ നിമിഷം ഭഗവാൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നമുക്കെപ്പോഴും ഒരേ ഒരു ബന്ധുവേ പാടുള്ളൂ, അത് ഭഗവാൻ മാത്രം. ഭഗവതി മാത്രമേ നമുക്ക് ബന്ധുവായിട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ ബന്ധുസ്നേഹം വന്നതോടുകൂടി മഹാദേവൻ പറഞ്ഞു, പോണത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, മരണായ കൽപ്പതേ, മരണദുഃഖം വരെ നിനക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സതീദേവി പോവാതിരിക്കുകയായിരിക്കും ഭേദം എന്ന് പറഞ്ഞില്ല. കാരണം സതിയുടെ മനസ്സ് എപ്പോഴോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ഈശ്വരനിൽ നിന്ന് മനസ്സ് വിട്ടാൽ അപ്പ തീർന്നു സകലതും. അതുകൊണ്ട് മനസ്സൊരു നിമിഷം പോലും ഭഗവാനിൽ നിന്ന് വിട്ടകന്ന് പോകരുത് എന്ന് കാണിച്ചു തരികയാണ്. അതിനുവേണ്ടിയാണ് ഭാഗവതം പറയണത്, ഭയം കൂടുന്തോറും മനസ്സ് സദാ അങ്ങനെ ധാര പോലെ ഒഴുകണം. ആ ധാരയുടെ പേരാണ് രാധ അല്ലേ. രാധയെ പോലെ പ്രേമം വേണം നമുക്ക്. രാധ എപ്രകാരം കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിയോ അതേപോലെ നമ്മളും നിരന്തരമായിട്ട് നമ്മുടെ മനസ്സെങ്ങനെ ഒഴുകി എത്തണം ഭഗവാന്റെ അടുത്തേക്ക്. ആ ദേവിയുടെ മനസ്സിൽ ധാരയ്ക്ക് മുറിവ് വന്നു എന്ന് മനസ്സിലായി. അല്പനേരമാണെങ്കിലും ആ സതീദേവി മോഹിച്ചില്ലേ തൻ്റെ അച്ഛനെ കുറിച്ച്, അമ്മയെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, ആ അച്ഛൻ നടക്കുന്നതായിരിക്കുന്ന യാഗാദി കർമ്മങ്ങളെ കുറിച്ച്. ഭക്തിയിൽ നിന്ന് താഴത്തേക്ക് ചാടി വീണു എന്നാണ്. ഇതാണ് കർമ്മങ്ങളുടെ കുഴപ്പം. കർമ്മങ്ങളൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നറിയോ, കെട്ടുകളായതു കർമ്മം മനുജനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ഫലഭൂക്തിയാതീരും കെട്ടായിനിയും നാരായണ ജയ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദോഷം. കർമ്മങ്ങൾ നമ്മളെ വീണ്ടും 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 ഈ പ്രാരബ്ധത്തിലേക്ക് ഇങ്ങനെ കൊണ്ടിട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കർമ്മഠന്മാരാവുകയല്ല വേണ്ടത്, നമ്മൾ ഭക്തിയിലേക്ക് വരാകാവണം, ജ്ഞാനത്തിലേക്ക് ഉയരാകാവണം. ആ മനസ്സ് ഉയരാത്ത മനസ്സാണ് കർമ്മഠന്മാരായി തീരാം. അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ചിരുന്നു അത്ര. എന്തായാലും വരാനുള്ളതൊക്കെ വരും. സതീദേവി പല പ്രാവശ്യം മഹാദേവന്റെ മുഖത്ത് നോക്കിയിട്ടും അവിടുന്ന് കണ്ടഭാവം നടിക്കണില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നു അമ്മയ്ക്ക്. ചുണ്ടൊക്കെ കടിച്ച് കണ്ണൊക്കെയൊന്നും വീഴ്ചൊന്നും ദോഷിപ്പിക്കണം അതിന് നോക്കിയിട്ട് കാളപ്പുറത്ത് കയറി. ആ കൊടയും തഴയും സൂര്യമറയും വാദ്യമേളങ്ങളും സ്തുതി കോലാഹലങ്ങളും ഒക്കെ ആയിട്ട് ദേവിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു യാത്ര ഇവിടെ പറയുന്നുണ്ട്. കാരണം ഇനി മഹാദേവന്റെ അടുത്തേക്ക് ഇല്ല. അതാണ് ഈ ഗംഭീരമായിട്ടുള്ള യാത്ര. ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത് എപ്പോഴും നിശബ്ദമായിട്ടായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈശ്വരങ്കിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുമ്പോൾ കോലാഹലങ്ങൾ അടങ്ങുമ്പോഴാണ് ഈശ്വരനെ കിട്ടുക. എത്രമാത്രം കോലാഹലങ്ങളുണ്ടോ അത്രയും നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്നകന്നു പോകും. അതുകൊണ്ടാണ് ഈ സപ്താഹാദികളിലൊക്കെ വലിയ പൂജയും കൊട്ടും കോലാഹലങ്ങളൊന്നും പാടില്ലാന്ന്. മനസ്സടങ്ങാനാണ് സപ്താഹമൊക്കെ. ഇന്നിപ്പോൾ അതൊന്നല്ല. പൂജകളും തുള്ളലും ചാട്ടവും പാട്ടും കൂത്തും കോലാഹലങ്ങളും ആകുമ്പോൾ എന്തുണ്ടാവണം, മനസ്സ് നമ്മളിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് വ്യതിചലിച്ചു പോകണമെന്നാണ്. മനസ്സടങ്ങാൻ പറ്റാതെ ഉണ്ടായിത്തീരുന്നു. ഇവിടെ ദാ സതീദേവിയുടെ മനസ്സിന് ഭ്രംശം വന്നു കഴിഞ്ഞിരിക്കുന്നു. സതീദേവി ആ ദക്ഷന്റെ യാഗശാലയിൽ ചെന്നപ്പോ ഒരാൾ പോലും ഗവനിക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് സതീദേവിക്ക് വിഷമം വന്നത്. മഹാദേവന്റെ തിരുനാമം അറിയാതെ കണ്ടെങ്കിലും ജപിച്ചാൽ മതി. നമഃശിവായ. ആ 5 അക്ഷരങ്ങൾക്ക് എത്രയാണ് പ്രത്യേകത. നകാരോ നരകഭയ, മകാരോ മരണഭയ, ശികാരോ ശൈശവഭയ, വകാരോ വാർദ്ധക്യഭയ, യകാരോ യമഭയ. എത്ര ഭയം പറഞ്ഞു. ഇതൊക്കെ നമുക്കില്ലേ? നരകഭയം ഇല്ലേ നമുക്ക്? ഉണ്ടോന്ന് ചോദിക്കാനുണ്ടോ? അതേ ഉള്ളൂ. നകാരോ നരകഭയ. എന്ന അക്ഷരം നരകഭയം ഇല്ലാണ്ടാക്കുന്നു. മകാരോ മരണഭയ. മരണഭയം ഇല്ലേ നമുക്ക്? അതുണ്ട് അല്ലേ? ആ ഭയം ഇല്ലാതെ ഉണ്ടാക്കുന്നു. ശികാരോ ശൈശവഭയ. ഇനി ഒന്ന് ജനിക്കാതെ ഉണ്ടാക്കി തീർക്കണു ഷി എന്ന അക്ഷരം. വകാരോ വാർദ്ധക്യഭയ. വാർദ്ധക്യം വന്നാൽ നമുക്ക് ഭയമല്ലേ? അതും ഭയം തന്നെയാണ്. പിന്നെയോ യകാരോ യമഭയ. കാലനെ പേടിയില്ലേ നമുക്ക്? അപ്പോ 5 തരത്തിലുള്ള ഭയം കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിൽ അതെല്ലാം ഇല്ലാതെ ഉണ്ടാവാൻ എന്ത് മതി? നമഃശിവായ നമഃശിവായ.
നമ ശിവായ ശങ്കര, നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. ആ നമശിവായ എന്ന മഹാമന്ത്രം ജപിച്ചാൽ മതി. ഇപ്പൊ എന്താ, മഹാദേവി അവിടെ നിന്നിട്ട് ശിവമാഹാത്മ്യം പാടിക്കൊണ്ട് ശിവനാമത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു സത്സംഗം നടത്തി. പക്ഷെ ആര് കേൾക്കാനാ? സത്സംഗം എപ്പോഴും നമ്മളെ പോലെ കേൾക്കാൻ മനസ്സുള്ളവരുടെ മുമ്പില്, സജ്ജനങ്ങളുടെ മുമ്പിൽ വേണം സത്സംഗം നടത്താൻ. അല്ലാണ്ട് റോഡിൽ പോയി ജംഗ്ഷനിൽ പോയി എന്നിട്ട് ഞാൻ കുറച്ചു നേരം ശിവമഹിമ പറയട്ടെ, ചോറ്റാനിക്കലമ്മയുടെ മഹിമ പറയട്ടെ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ നിൽക്കുമെന്നവർ പറയും ഒന്ന് മാറിയിരിക്കോ, ഞങ്ങൾ ഇവിടെ കച്ചവടമൊന്നും നടക്കില്ല എന്ന് പറയും. അവർ സമ്മതിക്കില്ല അല്ലേ? അപ്പോൾ ഇത് എവിടെ പറയണം നമുക്ക്? അത് സജ്ജനങ്ങളുടെ മുമ്പിലേ ഈശ്വരമഹിമ പറയാൻ പാടുള്ളൂ. ആരും ഗവനിക്കണില്ല, കേൾക്കണില്ല എന്ന് കണ്ടപ്പോ സതീദേവി പീതാംബരം കൊണ്ട് തന്റെ ശരീരം മറച്ചുകൊണ്ട് യോഗാഗ്നിയില് ഭഗവത് പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് തന്റെ ശരീരത്തിനെ ഉപേക്ഷിച്ചു. ഇത് കേൾക്കേണ്ട താമസം മഹാദേവൻ തന്റെ ജടാമുടിയിലെ 2 രോമം നിലത്തടിച്ചുള്ളൂ. ഗംഭീരനാദോ വിസതാം ഭുവി താടനാച്ച സംഭൂതോ വീരഭദ്രോ മഹായശ തഥാ കാളീ സമുൽപ്പന്ന ഭൂതകോടിഭിരാവൃത. 2 രോമം നിലത്തടിച്ചോളൂ. അതിൽ നിന്ന് വീരഭദ്ര പെരുമാളും ഭദ്രകാളി ദേവിയും പ്രപഞ്ചശക്തികള്, ആയിരക്കണക്കിന് കൈകള്, ഊർധങ്ങളായിരിക്കുന്ന തലമുടിയും തുറച്ച കണ്ണുകളും ദംഷ്ട്രകളും ഒക്കെ ആയിട്ട് അതിഭയാനകമായിരിക്കുന്ന രൂപത്തില് തലോട്ടിമാലയൊക്കെ അണിഞ്ഞുകൊണ്ട് ആ വീരഭദ്ര പെരുമാളും ഭദ്രകാളി ദേവിയും കൊടാനുകോടി ഭൂതഗണങ്ങളോട് കൂടി അവിടെ പ്രത്യക്ഷമായെന്നാണ്. ഇതാണ് കാലസ്വരൂപം. ഈശ്വരൻ എത്ര നിമിഷം വേണം ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ? ഹരതി നിമേഷാൽ കാലസർവം. ഒരു നിമിഷം കൊണ്ട് സകലതും ഇല്ലായ്മ ചെയ്യാൻ ഭഗവാന് കഴിവുണ്ടെന്ന് കാണിച്ചു തരികയാണ്. ഈശ്വരന്റെ മഹിമയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ മൈത്രേയ മഹർഷി. ആ നിമിഷ നേരം കൊണ്ട് തന്നെ തം കിം കരോമീതി ഗൃണന്തമഹ, എന്തേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് മഹാദേവന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന വീരഭദ്ര പെരുമാളിന് തന്റെ ആ യമാന്തകനായിരിക്കുന്ന ഭഗവാൻ തന്റെ ശൂലം അങ്ങടെ കയ്യിൽ കൊടുത്തു. ദക്ഷം സയജ്ഞം ജഹിമൽഭടാനാം, ആ ദക്ഷനെ യാഗശാല സഹിതം വേണ്ടത് ചെയ്തോളൂ എന്നുള്ള മട്ടിലാണ്. ആ ശൂലം അങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് മഹാദേവന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ കിട്ടുകടയെ വരയ്ക്കുന്ന ശബ്ദത്തോടു കൂടി ഒരു കാലം കൊണ്ട് എടുത്തു വെക്കുമ്പോഴേക്കും ഭൂമി പോലും കിട്ടുകടയെ വരയ്ക്കണു. ആ പൊടിപടലങ്ങളെ കൊണ്ട് ആകാശം കാണാതെ കണ്ടായി കഴിഞ്ഞിരിക്കുന്നതാണ്. അതിഘോരമായിരിക്കുന്ന രൂപത്തില് വീരഭദ്ര പെരുമാളും ഭദ്രകാളി ദേവിയും ഭൂതഗണങ്ങളും കൂടി സമുദ്രം തിരയടിച്ച് വരുവാണെന്ന് തോന്നും. ഒരു നിമിഷം കൊണ്ട് യാഗശാല മുഴുവനും അടിച്ചു തകർത്തു. ആരൊക്കെയാണോ മഹാദേവനെ നിന്ദിച്ചത്, ദേവിയെ നിന്ദിച്ചത്, അവർക്കെല്ലാം വേണ്ടതായിരിക്കുന്ന ശിക്ഷകളെ, അപരാധികൾക്ക് കടുത്തതായിരിക്കുന്ന ശിക്ഷകളെ തന്നെ കൊടുത്തു. ദക്ഷന്റെ മൂക്കും വായയും കൂടി പൊത്തിപ്പിടിച്ച് ആ തലയും കൂടെ പിടിച്ച് അതും കൂടി ഹോമം കൊണ്ടടിച്ചെടുത്ത് യാഗശാലയ്ക്ക് തീ കൊടുത്തുകൊണ്ട് അല്പനേരെ വേണ്ടി വന്നോളൂ. ഇതിനൊക്കെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊന്നും വേണ്ട. നിമിഷ നേരം കൊണ്ട് സകലതും സാധിച്ചുകൊണ്ട് ആ പ്രപഞ്ചശക്തികൾ മഹാദേവനിൽ ചെന്ന് വിലയം പ്രാപിച്ചു. ഇത് കണ്ട ബ്രഹ്മദേവൻ എങ്ങനെയാ ദുഃഖം വരാണ്ടിരിക്കുക? തന്റെ പുത്രനാണത്ര, അതിക്രമം കാണിച്ചില്ലേ? വേഗന്താ ബ്രഹ്മദേവൻ ദേവന്മാരോടൊപ്പം കൈലാസത്തിലേക്കുള്ളൊരു യാത്രയുണ്ട്. എത്ര ഭംഗിയാണ് കൈലാസം മൈത്രേയൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ടാലേ മതി, അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ആനന്ദമാണ്. ആ രൂപം കണ്ടുകൊണ്ട് മഹാദേവന്റെ തിരുനാമം ഇങ്ങനെ നമശിവായ നമശിവായ അത് ജപിച്ച് അവിടെ ചെല്ലുമ്പോ ഇതാ 10,000 യോജന വിസ്താരമുള്ള ഒരു വടവൃക്ഷന്റെ ചുവട്ടില് മാനും മഴവും വരതാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ആലിളയ്ക്കുത്തോരുദര പ്രദേശവും ചാലവേരോമാളി കാളികാ ഭംഗിയും ഭംഗ്യാ കുളിത്തോലുടുത്തോരു ശോഭയും കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ചിദംബരേശം ഹൃദി ഭാവയാമി. ചിദംബരേശ്വരനായിരിക്കുന്ന മഹാദേവൻ ആ സുന്ദരമായിരിക്കുന്ന രൂപത്തിലിരിക്കണു. ബ്രഹ്മദേവൻ ചെന്നതാ വീണങ്ങോട്ട് നമസ്കരിച്ചു. ആ പാദങ്ങളിൽ ഒരു ശയനപ്രദക്ഷിണം നടത്തി അദ്ദേഹം നോക്കുമ്പോ
മൂന്ന് ശിരസ് കൊണ്ട് നോക്കുമ്പോൾ മൂന്ന് രൂപത്തിൽ മഹാദേവനെ കണ്ടു. വിദ്യാതപോയോഗപതമാശ്രിതം തമതീശ്വരം. ഇതാണ് ആ വിരാട് സ്വരൂപം. ഇത് തന്നെയാണ് സച്ചിദാനന്ദ രൂപം. ഏത് കണ്ണോടുകൂടിയാണ് നോക്കുന്നത് ആ രൂപത്തിൽ കാണാം. ചിലവർ ദുർഗയായിട്ട് കാണും, ചിലവർ മഹാലക്ഷ്മിയായിട്ട് കാണും, ചിലവർ ഭഗവതിയെ കാണുന്നത് കാളിയായിട്ടാണ്, ചിലവർ പറഞ്ഞു ദാ ചോറ്റാനിക്കരമ്മ ഭുവനേശ്വരിയാണ്. എങ്ങനെ വേണമെങ്കിലും അല്ലേ. ആ ഉഷസന്ധ്യയില് അമ്മയെ സരസ്വതിയായിട്ട് കാണാം. മധ്യാഹ്നവേളയിൽ ശ്രീലക്ഷ്മിയായുമേ രാത്രി തന്നെ യാമത്തിൽ കാളിയായി മാറുന്നു. അതാണ് അമ്മയുടെ ഭാവം. പ്രത്യുഷസന്ധ്യയില് സരസ്വതിയായിട്ട് കാണുന്ന അമ്മ ഉച്ചപൂജയ്ക്ക് ഇതാപ്പ കഴിഞ്ഞുള്ളൂ മഹാലക്ഷ്മിയായിട്ട്. ഇനി രാത്രിയാകുമ്പോഴേക്കും അവിടുത്തെ ഭാവം മാറി. അതെന്താണ്? ഭദ്രകാളിയുടെ രൂപത്തിൽ. അതുകൊണ്ട് ആ ശർക്കര നീതിയൊക്കെ വൈകുന്നേരം. അപ്പോൾ ഏതെല്ലാം ഭാവമാണ് അമ്മയ്ക്ക്. ഭക്തന്മാര് കണ്ടെത്തിയതാണ് ചോറ്റാനിക്കരമ്മേ. കാലത്ത് വന്ന് നോക്കിയവർ കണ്ടു, ഇതാ മൂകാംബിയായിരിക്കണം, സരസ്വതിയായിട്ട് കണ്ട് നമിച്ചവരാണ്. ഉച്ചയ്ക്ക് വന്നപ്പോൾ മഹാലക്ഷ്മിയായിട്ട് സച്ചിദാനന്ദ രൂപിയായിട്ടിരിക്കണു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഭാവം ഒന്ന് മാറി, വാളും ചെലമ്പും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഭാവം. ഏതെല്ലാം ഭാവമാണല്ലേ. ഓരോരുത്തരും അവരവരുടെ മനസ്സുകൊണ്ട് നോക്കിയപ്പോ ചോറ്റാനിക്കരമ്മ എങ്ങനെ കണ്ടെങ്കിൽ എത്രയോ കാലം മുമ്പ്, അതിനു മുമ്പേ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു. ബ്രഹ്മദേവൻ തൻ്റെ 3 ശിരസ് കൊണ്ട് നോക്കിയപ്പോൾ മഹാദേവനെ 3ആയിട്ട് കണ്ടു എന്നാണ്. വിദ്യാതപോ യോഗപഥമാശ്രിതം ജഗതീശ്വരം. വിദ്യാരൂപത്തിലും തപോയോഗത്തിലും യോഗമാർഗത്തിലും ഇരിക്കുന്ന ആ സച്ചിദാനന്ദനെ കണ്ട് വിരാട് സ്വരൂപമായിട്ട് വീണ് നമസ്കരിച്ചു. അപ്പോഴാണ് മഹാദേവൻ കണ്ണു നോക്കണത്. എന്താ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത്? കുറേ ദേവന്മാരുണ്ടല്ലോ, എന്തേ വിശേഷം? പറഞ്ഞു. അത്ര അവിടത്തേക്ക് അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? മഹാദേവൻ ചാടി എഴുന്നേറ്റു. മുമ്പാലെ അവിടെ നിന്നാണ് പുഞ്ചിരിച്ചുകൊണ്ട് പോവാ. ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അറിയുന്ന ഭഗവാനോട് വല്ലതും പറയാനുണ്ടോ? എല്ലാവരും പിന്നാലെ തിരുനാമം ജപിച്ചുകൊണ്ട് ആ മഹാദേവനെ അനുഗമിച്ചുകൊണ്ട് അങ്ങനെ പോയി. മഹാദേവൻ പാദസ്പർശം ഏറ്റതേ ഉണ്ടായുള്ളൂ. കരിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ആ യാഗശാലമെല്ലാം എത്ര പെട്ടെന്ന് പൂർണ്ണമായിട്ട് മാറി. എല്ലാവരെയും അനുഗ്രഹിച്ചു ഭഗവാൻ. ആ ദക്ഷിണയും കൊടുത്തു, അജസ്തമുഖം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. പലപ്പോഴും നമ്മൾ പറയാം ആടിന്റെ തല വെച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയും സജ്ജനങ്ങൾ. കാരണം അജം എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താണ്? ജനിക്കാത്തത്, ബ്രഹ്മം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഭഗവാനും പേരുണ്ട് അജം എന്ന്. അതുകൊണ്ട് ഇവിടെ കൊടുത്തത് മഹാദേവൻ എന്ന മഹാഗുരു. ഇത്രയും നല്ലൊരു ഗുരു ഉണ്ടോ? ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ഗുരുസ്വരൂപനായിരിക്കുന്ന മഹാദേവൻ ആടിന്റെ തല വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യൊന്നുമില്ല. ആട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയചിന്തകളുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈ ആടിനെയും കോഴിയൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ബലി കൊടുക്കുകയാണ്. നമ്മൾ കാണാറില്ല, ഇപ്പോഴും ഉണ്ടാ പരിപാടിയൊക്കെ. അപ്പൊ അതെന്തുകൊണ്ടാണ് ആടിനെ ബലി കൊടുക്കുന്നത്? പശുവിനെയല്ല ബലി കൊടുക്കുന്നതൊക്കെ, ആടിനെയാണ്. കാരണം എന്താ? ആട് മേന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിയാണ്. അതെല്ലാം ഭൗതിക വിഷയങ്ങളുടെ, വിഷയരസങ്ങളുടെ പ്രതീകമാണ് ആട്, കോഴിയൊക്കെ. പയ്യ അങ്ങനെയല്ല. പശു കരയണത് എന്താ? ബാന്ന് കരയും. ചോറ്റാനിക്കരമ്മയെ വിളിക്കുക, മാന്ന് വിളിക്കും. അതുകൊണ്ടാണ് അതിനൊരു പ്രത്യേകത കൂടുതലാണ്. അപ്പോ പശുവിനെ അകത്ത് കയറ്റാം, സ്ത്രീകളുടെ മുമ്പിൽ കൊണ്ട് നിർത്താം. പക്ഷെ ആടിനെ അതിനകത്ത് കയറ്റി അവിടെ പുണ്യാഹം വേണം. അതതിൻ്റെ പ്രത്യേകത. അപ്പോൾ പശുവിന് കൊടുത്ത സ്ഥാനം എന്തുകൊണ്ടാ? അമ്മയെ വിളിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അമ്പാന്ന് വിളിക്കുമ്പോൾ പശുവിനെ ഒരു പരിശുദ്ധി വരണം അല്ലേ. അപ്പൊ നമ്മളോടും ഭാഗവതം പറഞ്ഞു, ഒന്ന് വിളിച്ചോളൂ, മനസ്സ് ചുട്ട അമ്പാന്ന് വിളിച്ചോളൂ, അമ്മാന്ന് വിളിച്ചോളൂ, മനസ്സ് പരിശുദ്ധമാവും. നമുക്ക് എവിടെയും കയറി ചെല്ലാം, അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തതും ആടിന്റെ തല എന്നൊന്നും പറയാൻ പാടില്ല. അജസ്തമുഖം, നല്ലതായിരിക്കുന്ന ആ ബുദ്ധിയെ കൊടുത്തു എന്നാണ്. ബ്രഹ്മവിദ്യയെ കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. ബ്രഹ്മവിദ്യ കൊടുത്ത് അഞ്ചപ്പോൾ എന്തായി? നമ്മുടെ ആൾക്കാരൊക്കെ പറയും ആട്ടിന്റെ തല വെച്ചു കൊടുത്തു, അത് തല തിരിഞ്ഞു പോയി, അവസാനം ഇങ്ങനെ കൃഷ്ണൻ കാണിച്ച് മഹാദേവനെ സ്തുതിച്ചു. ഇങ്ങനെയുള്ള വിഡ്ഢിതരങ്ങളൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊന്നും പറയാനേ പാടില്ല. ആ ചരാചര ഗുരു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചരാചര ഗുരു കസ്തം ചരാചര ഗുരു നിർവൈരം ശാന്തവിക്രം ആത്മാരാമം. ഇതൊക്കെ പറഞ്ഞ മഹാദേവൻ എങ്ങനെ ഒരാളെ ചെയ്യാൻ സാധിക്കുക? ആ ദക്ഷന്റെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് മഹാദേവൻ തന്നെയല്ലേ. അപ്പൊ ദക്ഷിണ എന്തേ വേണ്ടത്? 2 എന്ന് തോന്നിയതായിരിക്കുന്ന ആ ബുദ്ധിയാണ് പിരിച്ചു ദൂരെ കളഞ്ഞത്. എന്നിട്ട് എന്തേ കൊടുത്തത്? ആ സത്യമായിട്ടുള്ള വസ്തുവിനെ ഇവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുത്തു. ഗണപതിക്ക് 2 കൊമ്പ്,
പരശുരാമൻ ഒറ്റ കൊത്തു കൊടുത്തു. ഒരെണ്ണം മതി തനിക്ക്. എന്തിനാപ്പ രണ്ടെണ്ണം? എവിടെ രണ്ട് എന്ന് വരുന്നുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളാ. അതുകൊണ്ട് രണ്ടില്ലാതെ ഉണ്ടാക്കി തീർത്ത് ഒന്നിനെ കാണിച്ചു കൊടുത്തു. അല്ലെ? ഇത് തന്നെയാണ് നമുക്ക് എവിടെയും കാണാം. ഈ രണ്ട് എന്നുള്ള ഭാവം ഇല്ലാതെ ഉണ്ടാക്കണം. ഭാഗവതത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അദ്വൈത ദർശനമാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരാം. അങ്ങനെതാ ആ ഭഗവാൻ അനുഗ്രഹിച്ചു. ആ യാഗം പൂർത്തിയാക്കിയോടുകൂടി സാക്ഷാൽ ഭഗവാൻ തന്നെ മുമ്പിൽ വന്നു. എന്ന് മാത്രമല്ല എല്ലാവരെയും അനുഗ്രഹിച്ചു. അഹം ബ്രഹ്മാച്ച സർവച്ച ജഗത കാരണം പരം. ഞാൻ തന്നെയാണ് ശിവനായിട്ടും വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും സകലതായിട്ടും ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് രണ്ടായിട്ട് ഒരിക്കലും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണയെ മാത്രമല്ല നമ്മളെപ്പോലുള്ളവരെയും അനുഗ്രഹിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് അത്രേ ഇനി എന്തായി, ആ സതിയുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ പറഞ്ഞു, സതി ഹിമാന്റെയും മേനകയുടെ പുത്രിയായിട്ട് പാർവതിയായിട്ട് അവതരിച്ചു. എത്രയോ കാലം തപം ചെയ്തു എന്നറിയോ ഇന്ന് മഹാദേവനെ കിട്ടാൻ? അത് എന്തുകൊണ്ടാ? അവിടുന്ന് വിരാഗിയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും കിട്ടില്ല. കുറേ കാലം ഭജിച്ചപ്പോ ഭഗവാൻ തന്നെ ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് പാർവതിയെ നന്നായിട്ടൊന്ന് പരീക്ഷിച്ചു. പരീക്ഷിച്ചേല് പരീക്ഷണത്തിലൊക്കെ ജയിച്ചു. എന്താ? പാർവതി പറഞ്ഞു, എനിക്ക് അവിടുന്ന് മാത്രം മതി, മഹാദേവൻ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ എന്നാ പോന്നോളൂ എൻ്റെ കൂടെ. ആ തൃക്കൈ പിടിച്ച് കൊണ്ടുപോയി. എന്തായി? പാർവതി ദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധവും. എപ്പോഴും പാർവതി ഇല്ലാതെ കണ്ട് പരമേശ്വരനിലെ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത ഭവിതും നേതേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. ഇപ്പൊ ശിവനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ശിവയുള്ളത് കൊണ്ടാണ്. ഈ ശിവയില്ലെങ്കിൽ ശിവനില്ല എന്നർത്ഥം. അല്ലേ? അപ്പോ ശിവയ്ക്ക് ശിവനും വേണം, ശിവൻ ആര് വേണം? ശിവയും വേണം. അല്ലേ? അതുകൊണ്ട് തന്നെ ആ ശിവ നമ്മുടെ ഉള്ളില്, ആ ശിവൻ എപ്പോഴും നമ്മുടെ ഉള്ളില് മംഗളം നൽകിക്കൊണ്ടുണ്ടാവട്ടെ, എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.